എല്ലാവർക്കും നമസ്കാരം. കുറച്ച് തീ പിടിപ്പിക്കുന്ന വിഷയങ്ങളും കുറച്ച് തീ പിടിപ്പിക്കുന്ന ആളുകളെയും വെച്ചാണ് നമ്മൾ സംസാരം ആരംഭിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ഒരു 10-15 വർഷത്തിനിടയിൽ വ്യവസ്ഥാപിതമായിട്ടുള്ള നമ്മുടെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളിൽ വരെ ഒരുപാട് വൈവിധ്യങ്ങൾ, മാറ്റങ്ങൾ എല്ലാം വന്നിട്ടുണ്ട്. നമ്മളുടെ നിത്യവർത്തമാനങ്ങളിൽ പോലും നമ്മൾ പൊളിറ്റിക്കലി കറക്റ്റാണോ എന്ന് ചിന്തിക്കുന്ന തരത്തിലേക്ക് എത്ര മുതിർന്ന ആളുകളെ പോലും മാറ്റി ചിന്തിപ്പിക്കുന്ന ഒരു തലമുറയുടെ ഒപ്പമാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്, നമ്മൾ ജീവിക്കുന്നത്, നമ്മൾ ഏറ്റവും കൂടുതൽ ഭംഗിയോടെ ജീവിച്ചു മുന്നേറുന്നത്. ജെൻസിയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഏറ്റവും അധികം പറയുന്ന ഒരു കാര്യം, അവർക്ക് ജീവിക്കാൻ അറിയാം. അവർ അവരുടെ അവകാശങ്ങളെക്കുറിച്ചും അവരുടെ ജീവിതത്തെക്കുറിച്ചും കൃത്യമായ ധാരണയും ബോധ്യവുമുള്ളവരാണ്. പക്ഷെ പലപ്പോഴും അതിൽ എത്രത്തോളം ആഴത്തിലൊരു വിഷയത്തിൽ അവർ അറിവ് നേടുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ പലപ്പോഴും സംശയമുണ്ടെങ്കിലും പല വിഷയങ്ങളിൽ, പല കാര്യങ്ങളിൽ അവർക്ക് ധാരണകളും ചിന്തകളുമൊക്കെയുണ്ട്. അങ്ങനെയുള്ള ഭംഗിയുള്ള ഒരു അല്ലെങ്കിൽ ഇന്ത്യയെ മുന്നോട്ട് നയിക്കുന്ന ഒരു തലമുറ കൂടിയാണ് ജെൻസി. നമ്മൾ അവരെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അവർ നമ്മളെ മനസ്സിലാക്കുന്നു, അവരിൽ നിന്ന് നമ്മൾ പഠിക്കുന്നു. അങ്ങനെ കുറച്ച് അവരുടെ ഉൾക്കാഴ്ചകളും അഭിപ്രായങ്ങളും കാഴ്ചപ്പാടുകളും അറിയാനാണ് നമ്മൾ ഈ ഒരു സെഷനിലൂടെ ശ്രമിക്കുന്നത്. നമുക്ക് കൂട്ടത്തിൽ ആൻ സെബാസ്റ്റ്യനിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ഇപ്പോൾ ക്യാമ്പസുകളിൽ സജീവമായി ഒരു KSU എന്ന് പറയുന്ന വ്യവസ്ഥാപിത രാഷ്ട്രീയ പ്രസ്ഥാനത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു വിദ്യാർത്ഥി സംഘടനയ്ക്കൊപ്പമുള്ള ഒരു പ്രവർത്തനമാണ്. നമുക്കറിയാം, വ്യവസ്ഥാപിത രാഷ്ട്രീയ സങ്കല്പങ്ങളിൽ പോലും ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ഒരു തലമുറയാണ് ജെൻസി. നിങ്ങളുടെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ എങ്ങനെയാണ് രൂപപ്പെട്ടിട്ടുള്ളത്? അതിലെത്രത്തോളം നമ്മൾ കണ്ടുവന്നിട്ടുള്ള ചില രാഷ്ട്രീയ ശീലങ്ങളുണ്ട്. രാഷ്ട്രീയമെന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്ന കക്ഷി രാഷ്ട്രീയത്തിലായിരുന്നു ഒരു കാലഘട്ടം വരെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിനുശേഷം, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ രാഷ്ട്രീയം എന്ന വാക്ക് പറയുന്നത് കുറച്ചുകൂടി ഇൻഡിവിജ്വൽ കൂടിയാണ്. ജാതി, മതം, നമ്മളുടെ പരിസ്ഥിതി, അങ്ങനെ പലതരത്തിൽ വൈവിധ്യമാർന്നിട്ടുള്ള ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ കൂടിയുണ്ട്. എങ്ങനെയാണ് ആനിൻ്റെ ഒരു രാഷ്ട്രീയ പരിസരം പരുവപ്പെട്ടത്? ഫസ്റ്റ് ഓഫ് ഓൾ, താങ്ക് യു മനോരമ ആൻഡ് ഹോർത്തോസ് ഫോർ ദിസ് പ്ലാറ്റ്ഫോം. ജെൻസികളിൽ രാഷ്ട്രീയം സംസാരിക്കുമ്പോൾ പോലും അത് ഭയങ്കര പേഴ്സണൽ ആവാറുണ്ട്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയാനാണ്. ഞാൻ രാഷ്ട്രീയം ഒരു രാഷ്ട്രീയക്കാരിയായിട്ട് രൂപപ്പെടാനോ രാഷ്ട്രീയം നിരന്തരം സംസാരിച്ചു കൊണ്ടിരുന്ന ഒരു വ്യക്തിയല്ല. കാരണം ചാലക്കുടിയിലെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു സഭയുടെ സ്കൂളിൽ +2 വരെ പഠിച്ചു കഴിഞ്ഞു. പക്ഷേ നിരന്തരം പൊളിറ്റിക്കൽ കോൺഷ്യസ്നെസ് ഉള്ളൊരു വീട്ടിൽ നിന്നാണ് വന്നത്. രാഷ്ട്രീയക്കാരുള്ള വീട്ടിൽ നിന്നല്ല, രാഷ്ട്രീയ ബോധ്യമുള്ളൊരു വീട്ടിൽ നിന്നാണ് ഞാൻ ഡിഗ്രിക്ക് വേണ്ടി ആലുവ UC കോളേജിൽ വരുന്നത്. ആലുവ UC കോളേജിൻ്റെ ഒരു പരിസ്ഥിതിയാണ് എന്നെ പൂർണ്ണമായി രൂപപ്പെടുത്തിയതെന്ന് എനിക്ക് പറയാൻ സാധിക്കും. അവിടെ തോൽക്കാനും ജയിക്കാനും തോറ്റവർക്കും ഇടമുണ്ട്, ജയിച്ചവർക്കും ഇടമുള്ള ഒരു ക്യാമ്പസാണ് ആലുവ UC കോളേജും അതിൻ്റെ രാഷ്ട്രീയ സംവിധാനങ്ങളും പ്രവർത്തിക്കുന്ന ഒരു ഇത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ KSU ഒട്ടും ശക്തമല്ലാതെ മത്സരിക്കാൻ ഇല്ലാത്തൊരവസ്ഥയിലാണ് ചെന്നത്. അപ്പോൾ ഒരു പ്രതിപക്ഷമായിട്ട് തുടങ്ങിയതുകൊണ്ട് തന്നെ രാഷ്ട്രീയത്തിൽ ഭരണപക്ഷത്തിൻ്റെയും പ്രതിപക്ഷത്തിൻ്റെയും ഒരു ഇമ്പോർട്ടൻസ് അത് വലിയ ഇപ്പോൾ സംസാരിക്കുന്ന രീതിയിലല്ലെങ്കിലും ഒരു ഡിഗ്രി ഫസ്റ്റ് ഇയർ കുട്ടി എന്ന രീതിയിൽ എനിക്കത് എക്സ്പീരിയൻസ് ചെയ്യാനും അതിനെ ലീഡ് ചെയ്യാനുള്ള അവസരങ്ങൾ ആ ക്യാമ്പസിലുണ്ടായിരുന്നു. പിന്നെ അവിടെ എല്ലാ സാഹചര്യങ്ങളിൽ നിന്നും ജീവിതത്തിൻ്റെ എല്ലാ ജാതി, മത, വർണ്ണ, സാമ്പത്തിക ഘടകങ്ങളിലെ എല്ലാ വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ക്ലാസ് റൂമുകളിൽ വരുന്നു. അവരുടേതായ സ്പോർട്സ് ഫീൽഡായാലും കലാമേഖലയായാലും രാഷ്ട്രീയ മേഖലയായാലും അവർ ലീഡ് ചെയ്ത് പോകുന്ന ഒരു സംഭവമാണ് കണ്ടത്. പിന്നെ എന്തുകൊണ്ടാണ് ഈ ട്രഡീഷണൽ സിസ്റ്റത്തിൻ്റെ ഭാഗം, ഇപ്പോൾ ഞാനും സഞ്ജീവനൊക്കെ ട്രഡീഷണൽ സിസ്റ്റത്തിൻ്റെ ഭാഗമാണ് എന്തൊക്കെ പറഞ്ഞാലും. അപ്പോൾ അതിൻ്റെ കാരണം ഒരു കണ്ടിന്യൂറ്റി. ഏറ്റവും തീപ്പൊരി നേതാക്കൾ വലിയ ഹോസ്റ്റൽ സമരങ്ങൾ അല്ലെങ്കിൽ ഞങ്ങളുടെ സമയത്ത് ഓട്ടോണോമി സമരങ്ങളൊക്കെ ലീഡ് ചെയ്ത നല്ല സീനിയേഴ്സായിട്ട് നമ്മൾ മാതൃകാപരമായിട്ട് പോരാളികളായി കണ്ടവർക്ക് ആർക്കും ഈ പറയുന്ന പ്രതികരിക്കാനോ പിന്നീട് ജനാധിപത്യ പ്രക്രിയയിൽ നിലപാടുകൾ പറയാൻ പോലും പറ്റാത്ത രീതിയിൽ കണ്ടിന്യൂറ്റി നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നം ഞാൻ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഒരു കണ്ടിന്യൂറ്റി ലഭിക്കുന്നതിന് ഒരു സിസ്റ്റം വേണം, അതിന് പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള ഒരു അടിത്തറ വേണമെന്ന്
എൻ്റെ കാഴ്ചയിൽ നിന്ന് തന്നെ ഞാൻ പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു സിസ്റ്റത്തിലൂടെ മൂവ് ചെയ്യാം. ആ സിസ്റ്റത്തിനുള്ളിൽ പോരാടിക്കൊണ്ട് സിസ്റ്റത്തെ കറക്റ്റ് ചെയ്തുകൊണ്ട് പോകണം. കാരണം നമ്മുടെ രാഷ്ട്രീയ രീതികൾ, നമ്മുടെ നയരൂപീകരണങ്ങൾക്കൊക്കെ അത്രമാത്രം കാലഘട്ടത്തിൻ്റെ ചരിത്രമുണ്ട്. ആ സംഘടനാ സംവിധാനങ്ങൾക്കൊക്കെ അത്രമാത്രം ചരിത്രവും അല്ലെങ്കിൽ ഒരു ശീലങ്ങളുള്ളത് കൊണ്ട് തന്നെ ആ ഒരു സിസ്റ്റത്തിൻ്റെ ഹെൽപ്പ് നമുക്ക് വേണം. പിന്നെ ഒരു ഡിഫറൻസ് തോന്നിയത്, ഞാൻ ടെക്നിക്കലി ജെൻസി ആണെങ്കിൽ പോലും ക്യാമ്പസിൽ വരുമ്പോൾ നമ്മളെപ്പോഴും മോഡലായിട്ട് സ്വീകരിക്കുന്നത് നമ്മുടെ തേർഡ് ഇയർ സീനിയേഴ്സ് അല്ലെങ്കിൽ PG ആൾക്കാരൊക്കെയാണ്. അപ്പോൾ എൻ്റെ ഒരു ബാച്ച് വരെ 2020 PG പാസ് ഔട്ടാണ് ഞാൻ. അപ്പോൾ ആ ബാച്ച് വരെ ഞങ്ങൾക്കൊരു കണ്ടിന്യൂറ്റി ആൻഡ് കണക്ഷൻ ഫീൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ തൊട്ട് ജൂനിയർ ആയിട്ടുള്ള ബാച്ച് അവർക്ക് ആ ഒരു ഫ്ലോ ടോട്ടലി കട്ടാവാണ് ചെയ്തത്. കോവിഡ് കാലഘട്ടം, കൊറോണ കാലഘട്ടത്തിലെ ആ ക്യാമ്പസിൽ വന്നതിന് ശേഷം അവർ ടോട്ടലി പൂർണ്ണമായൊരു പുതിയ കൾച്ചറായിട്ട്, എനിക്ക് തോന്നുന്നു കൊറോണയ്ക്ക് ശേഷം അല്ലെങ്കിൽ കൊറോണ കാലഘട്ടത്തിൽ പഠിച്ച ആ ജെൻസികളെ നമുക്കൊരു ഗ്ലോബൽ നെറ്റിസൺ തന്നെ അവരെ പറയാം. കാരണം ലോകത്തിൽ അങ്ങോളം ഇങ്ങോളം അവർക്കൊരു ഭാഷയുണ്ട്. അവരെ വേറൊരു കൾച്ചർ തന്നെ നമ്മൾ വിളിക്കുന്നതിൽ തെറ്റില്ല. ഞാൻ ഉൾപ്പെടെയുള്ള കാറ്റഗറീനെ കുറിച്ച് തന്നെയാണ് ഞാൻ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു ഭാഷ അവരുടേതായി ഉണ്ടായിരിക്കുക എന്ന് പറഞ്ഞാൽ ഈ പൂക്കി പോലെ അല്ലെങ്കിൽ റിസ് ആൻഡ് നോ ക്യാപ്പ് പോലെ എവിടെ നിന്നൊക്കെയോ ഉത്ഭവിച്ച് ലോകത്തിലെ എല്ലാ ജെൻസികളും അത് അവരുടെ നിത്യോപയോഗ വാക്കുകളായി, ഭാഷകളായിട്ട് ഉപയോഗിക്കുന്ന ഒരു ജെൻസി കൾച്ചർ രൂപപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ കൾച്ചറിന് പുറത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് ഇവരുമായിട്ടൊരു ഡിഫറൻസ് അല്ലെങ്കിൽ പെട്ടെന്ന് ഇഴുകിച്ചേരാനൊരു ഗ്യാപ്പും, ഇവർക്ക് ആ കൾച്ചറിനോട്, പുറത്തുള്ള ട്രഡീഷണൽ രീതികളോട് ഒരു ഗ്യാപ്പ് തോന്നുന്നതിൻ്റെ ഒരു കാരണം അതായിട്ട് തോന്നിയിട്ടുണ്ട്. സഞ്ജീവിലേക്കാണ് ഇനി. നമുക്കറിയാം ക്യാമ്പസുകൾ എല്ലാം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഒരുപാട് റീൽസും അല്ലെങ്കിൽ അവരിലേക്ക് സംസാരിക്കണമെങ്കിൽ അവരുടെ ഭാഷ മനസ്സിലാക്കണം, അവരുടെ പൾസ് മനസ്സിലാക്കണം. ഒരു 90 സെക്കൻഡിനുള്ളിൽ നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കേണ്ട ഒരു കാലഘട്ടമാണല്ലോ. പണ്ട് നമ്മൾ കേട്ടിട്ടുള്ള തീപ്പൊരി പ്രസംഗങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ 10-15 മിനിറ്റൊക്കെ നീണ്ടു നിൽക്കുന്ന പ്രസംഗങ്ങളിലൂടെ കൈയെടുക്കുന്ന നേതാക്കളെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു നേതാവ് എന്നുള്ള രീതിയിൽ എങ്ങനെയാണ് ബീയിങ് എ ജെൻസി തലമുറയോട് എങ്ങനെയൊക്കെയാണ് സംവദിക്കുന്നത്? അവരുടെ ഭാഷ മനസ്സിലാക്കിയായിരുന്നു? അതിന് ഏതെങ്കിലും തരത്തിലുള്ള ചലഞ്ച് നേരിട്ടിട്ടുണ്ടോ? ഇല്ല എന്ന് തന്നെ വേണം പറയാൻ. ഒന്ന്, സ്റ്റീരിയോ ടൈപ്പുകൾ പൊളിച്ചവരാണ് ജെൻസികൾ. ഇപ്പോൾ ഉദാഹരണത്തിന് സ്റ്റീരിയോടിപ്പിക്കലായി, ഇപ്പോൾ ഞാനിവിടെ വന്നിരിക്കുന്നു, നമ്മൾ രാവിലെ ഒരു ഓഫീസിലേക്ക് പോകുന്നു, നമ്മളൊരു കോഡ് ഓഫ് കണ്ടക്ട് അല്ലെങ്കിൽ ഒരു ക്ലോത്തിങ് സിസ്റ്റം നമുക്കുണ്ടായിരുന്നു. ഇങ്ങനെ ക്രിസ്പായി അയൺ ചെയ്ത് ഇങ്ങനെയൊക്കെ വേണം ഒരാൾ മുമ്പിൽ നിൽക്കാൻ എന്നൊക്കെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും ബാധിക്കാത്ത ഒരു തലമുറയാണ് ജെൻസികൾ എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. അവർക്ക് അതിനെയൊന്നും അങ്ങനെ തന്നെ വേണം, ഈ സ്റ്റീരിയോ ടൈപ്പുകൾ അതുപോലെ നിലനിൽക്കണം എന്നൊരിക്കലും അങ്ങനെ ഒരു വിശ്വാസം അവരിലില്ല. അതുമാത്രമല്ല, ലോകം വിശാലമാണെന്നും അതോടൊപ്പം വളരെ പീസ്ഫുള്ളായി, ബ്ലിസ്ഫുള്ളായി, വളരെ നല്ല നിലയിൽ സന്തോഷത്തോടുകൂടി ഓരോ നിമിഷവും തങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയുന്ന സെൽഫ് ലവ്, ഈ വാക്ക് നിങ്ങൾ ഏറ്റവും അടുത്ത് പരിചയപ്പെടുന്നതാണ്. ഇത് അവരുടെ ഈ ജെൻസി എന്ന ഈ തലമുറ കൊണ്ടുവന്നതാണ്, അവർ മുന്നോട്ട് വെച്ചതാണ്. സെൽഫ് ലവ്, ഒരാളുടെ ആത്മവിശ്വാസം, ഒരാൾ തന്നോടുള്ള സ്നേഹം, അതുവഴി ലോകത്തോട് എങ്ങനെ കണക്ട് ചെയ്യാം എന്നതിനെക്കുറിച്ചൊക്കെ കാഴ്ചപ്പാട് അവർ ഉരുത്തിരിഞ്ഞെടുക്കുന്നത് ഇതാണ്. അപ്പോൾ അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണം, അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ ഉദാഹരണം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, കേരള സർവകലാശാലയുടെ മുറ്റത്ത് വെച്ച്, ഞാൻ അതിൻ്റെ പൊളിറ്റിക്കൽ സിനാരിയോയിലേക്ക് ഒന്നും പോകുന്നില്ല, ഒരു സംഘപരിവാറുകാരനായ ഒരാൾ ജാതി പറഞ്ഞു. ആ ജാതി പറഞ്ഞ ഒരാളോട് ഒരു വിദ്യാർത്ഥി സമൂഹം, ജെൻസെഡ് കാലഘട്ടത്തിലെ ഒരു വിദ്യാർത്ഥി നേതാവ് പ്രതികരിച്ചു, ജാതി പറഞ്ഞാൽ കാലയവാരി ഭിത്തിയിലടിക്കും. നോക്കൂ, ഇത് ട്രെൻഡിങ് ആയിരുന്നു. അത് കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്തായിരുന്നു എല്ലാവരും ഏറ്റെടുത്തത്. കാരണം അവർക്കിഷ്ടമല്ല ക്ലാസ് മുറിയിൽ, ബെഞ്ചുകളിൽ, തങ്ങൾക്കിടയിലെ സൗഹൃദങ്ങളിൽ ജാതി, മതം, ഡിസ്ക്രിമിനേഷൻ ഇതൊക്കെ കൊണ്ടുവരുന്നതിനോട് ഈ തലമുറ ഇഷ്ടപ്പെടുന്നേയില്ല. അത് ഇഷ്ടപ്പെടുന്നില്ലെന്ന് മാത്രമല്ല, എല്ലാവരെയും ഒരുപോലെ കാണാനും ഈ പറഞ്ഞ സെൽഫ് ലവിലൂടെ തന്നെ അവർ മറ്റുള്ളവരെ അംഗീകരിക്കാനും, അതോടൊപ്പം ഇപ്പോൾ മഹാരാജാസാണ് നമ്മുടെ പുറകിൽ. ഫസ്റ്റ് ഇയറിൽ അഡ്മിഷൻ എടുത്ത്, ഞങ്ങൾ പൊതുവിൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുമ്പോൾ ഫസ്റ്റ് ഇയറിൽ അഡ്മിഷൻ എടുത്ത് ഓരോ വിദ്യാർത്ഥിയും അവരുടെ ഒരു ട്രൈബ് കണ്ടെത്തുകയാണ്. എന്ന് വെച്ചാൽ അവരുടെ ഒരു ട്രൈബുണ്ട്, അവരുടേതായ ചുറ്റുവട്ടങ്ങളിൽ. ഇപ്പോൾ ഒരു ഫ്രണ്ട്ഷിപ്പിനെ നിങ്ങളിപ്പോൾ ഒന്ന് ഫ്രണ്ട്ഷിപ്പ് സർക്കിളിനെ നിങ്ങളൊന്ന് എടുത്ത് പരിശോധിച്ചാൽ, പണ്ടൊക്കെ
വ്യത്യസ്ത സ്വഭാവമുള്ള ആളുകളായിരിക്കും ഒരു ഫ്രണ്ട്ഷിപ്പ് സർക്കിളിൽ ഉണ്ടാവുക. എന്നാൽ ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല. ഒരു ട്രൈബ് രൂപപ്പെടുകയാണ്, അവരുടേതായിട്ടുള്ള ഒരു കൾച്ചറൽ ഒരു മൂവ്മെൻ്റ് ഉണ്ടാവുകയാണ്, അങ്ങനെ രൂപപ്പെടുകയാണ്. അപ്പോൾ ലോകത്തെമ്പാടും അത് മാറി. ഇപ്പോൾ നേപ്പാളിൽ നിങ്ങൾ കണ്ടു, നേപ്പാളിൽ ഒരു ഭരണകൂടത്തെ അട്ടിമറിച്ചു ഈ തലമുറ. അട്ടിമറിച്ചതിൻ്റെ മറ്റു കാര്യങ്ങൾ പല വിധത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. അതിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പലർക്കും ഉണ്ട്, നമുക്കുണ്ട്. പക്ഷേ അവരുടെ ആവശ്യങ്ങൾ വളരെ ജെന്യുവിനാണ്. അതിൻ്റെ കോറ് ചെന്ന് നിൽക്കുന്നത് ഈ പറഞ്ഞ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ പേരിലും മതത്തിൻ്റെ പേരിലും തെറ്റായ രാഷ്ട്രീയ നിലപാടുകളുടെ പേരിലും ഞങ്ങളുടെ തലമുറയെ ഇനിയും തുലച്ചു കളയരുത് എന്ന കോറായിട്ടുള്ളൊരു ബോധം എല്ലാവരിലും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കേറെ പ്രതീക്ഷയുണ്ട്. രാജ്യത്ത് എന്തൊക്കെ സംഭവിച്ചാലും, രാജ്യത്ത് ഇന്ന് നിലനിൽക്കുന്ന ഭരണകൂടം എന്തൊക്കെ ചെയ്താലും ഈ തലമുറ അതിനെ മറികടക്കാനുള്ള ഒരു സൊല്യൂഷൻ സൃഷ്ടിച്ചെടുക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. തീർച്ചയായും ക്യാമ്പസുകളിൽ അത് വളരെ ശക്തിയുക്തമുണ്ട്, അത് സമൂഹത്തിൽ പ്രതിഫലിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അരുന്ധതിയിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ അടുത്ത് കാണുന്ന ആളുകൾ അല്ലെങ്കിൽ ജെൻസി അവരുടെ കൂട്ടങ്ങൾ രൂപപ്പെടുന്ന ചില ഏരിയകൾ നമ്മൾ കാണാറുണ്ട്. ഇൻഫ്ലുവൻസേഴ്സിൽ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ഒരു സംഘം ആളുകളുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു റാപ്പ്, നമുക്ക് ഉദാഹരണത്തിന് വേടൻ്റെ ഒരു പ്രോഗ്രാം വരുമ്പോൾ ഒത്തുചേരുന്ന ഒരു ട്രൈബ്, നമ്മൾ ഈ പറഞ്ഞ മാതിരി ഒരു ട്രൈബുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഭജൻസ്, ഇപ്പോൾ നന്ദഗോവിന്ദം ഭജൻസ്, അതിലേക്ക് എത്തിപ്പെടുന്ന അല്ലെങ്കിൽ അതിനോട് താല്പര്യം കാണിക്കുന്ന ഒരു സംഘം ആളുകളുണ്ട്. അല്ലെങ്കിൽ ഒരു ഫെസ്റ്റിവൽ മൂഡിൽ കാണുമ്പോൾ നമ്മൾ ഈ വൈബ് അടിച്ച് നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ബേസിക്കലി അവരുടെ വ്യക്തി രാഷ്ട്രീയത്തെക്കുറിച്ച് അവർ വളരെ ബോധവാന്മാരായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ അവരുടെ കൂട്ടങ്ങളിൽ എത്രത്തോളം രാഷ്ട്രീയം കാണാൻ പറ്റുന്നുണ്ട്? എന്തൊക്കെയാണ് നിങ്ങൾ ഒരു ജെൻസി കണ്ടെത്തിയിട്ടുള്ള അനുഭവം? ജെൻസിയെക്കുറിച്ച് സംസാരിക്കാൻ ഒരു മില്ലേനിയലിന് എന്താ അവകാശം എന്നുള്ളത് ഞാൻ സ്വയം ചോദിക്കേണ്ട ചോദ്യമാണ്. അപ്പോൾ നമ്മൾ ഒബ്സർവറാണ്. ഇവർ രണ്ടുപേരും അതിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് നിൽക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള നമ്മൾ കുറച്ച് കൊല്ലമായി നമ്മളിതുപോലെ ലിറ്ററേച്ചർ ഫെസ്റ്റും പല ചർച്ചകളും നടക്കുന്നു. അവിടെ ഒന്നും നമ്മൾ 80s കിഡ്സിനെ പറ്റിയോ 90s കിഡ്സിനെ കുറിച്ചോ ഒന്നും അങ്ങനെ ജനറേഷൻ തിരിച്ച് സംസാരിക്കുന്നില്ല. എന്തുകൊണ്ടാണ് നമ്മൾ ജെൻസിയെക്കുറിച്ച് സംസാരിക്കുന്നത്? നമുക്കവർ പിടികിട്ടുന്നില്ല. ഒരു പിടികിട്ടായ്മയിൽ നിന്ന് ഇവർ നമ്മളിൽ നിന്ന് മാറിയ, കാരണം ജനറേഷൻ തലമുറകൾ എന്ന് പറയുന്നത് കേരളത്തിൽ പ്രത്യേകിച്ചും വളരെ ഫ്ലൂയിഡായിരുന്നു. ഒന്നിൽ നിന്ന് പൂർണ്ണമായും മാറിയ ഒരു കൂട്ടമായിരുന്നില്ല ഒരു 10 വർഷം കഴിഞ്ഞ് വരുന്നത്. പക്ഷെ ജെൻസിയിലേക്ക് എത്തുമ്പോൾ നമ്മളെപ്പോലെ ഈ ഡിജിറ്റൽ മൈഗ്രൻസ് അല്ല, അവർ ഡിജിറ്റൽ നേറ്റീവ്സ് ആയിട്ടാണ് വന്നത്. അപ്പോൾ അവരുടെ ടീനേജ് മുതൽ അവർ ലോകത്തെയാണ് കാണുന്നത്. ഇപ്പോൾ ഞാൻ എൻ്റെ 17 വയസ്സ് വരെ റാന്നി മാത്രമേ കണ്ടിട്ടുള്ളൂ. അവരങ്ങനെയല്ല. അവർക്ക് കാണാൻ ഒരു വലിയ ലോകം ഉണ്ടാവുമ്പോൾ ലോകത്തിൻ്റെ പല ആശയങ്ങളുമാണ് അവരെടുക്കുന്നത്. അപ്പോൾ അവരുടെ എല്ലാ ടേസ്റ്റിലും, സംഗീതത്തിലാവട്ടെ വസ്ത്രധാരണത്തിലാവട്ടെ, നമ്മളിങ്ങനെ നമ്മൾ ചിലപ്പോൾ അഭിമാനിക്കുകയും ചിലപ്പോൾ നമ്മൾക്ക് ബുദ്ധിമുട്ട് തോന്നുകയും ചെയ്യുന്ന നമ്മുടെ സാംസ്കാരികമായ ചുറ്റുവട്ടങ്ങളൊന്നും അവരെ ബാധിക്കുന്നില്ല. അതിൻ്റെ നല്ലതുമുണ്ട് ചീത്തയുമുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ ഈ തലമുറയെക്കുറിച്ച് പറയുമ്പോൾ പ്രത്യേകിച്ച് ഞങ്ങൾ മില്ലേനിയൽസ് തൊട്ട് അങ്ങോട്ട് കുറച്ച് കോണ്ടസെൻഡിങ് ആയി, കുറച്ച് പുച്ഛമൊക്കെ ഇട്ട് ഇവർക്ക് വലിയ രാഷ്ട്രീയ ബോധമൊന്നുമില്ല. ഇവരോട് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ പൊളിറ്റിക്സിൽ താല്പര്യമില്ലെന്ന് പറയും. ഇവർക്ക് ആഴത്തിലൊരു കാര്യം അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. ഇവർ മറ്റേ റിബണിട്ട് പൂക്കിയായി ഇങ്ങനെ കളിച്ച് നടക്കുകയുള്ളൂ എന്ന് കരുതുമ്പോൾ തന്നെ ലോകത്തിൽ ഈ അടുത്ത് സംഭവിച്ച വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, അതിലൊന്നിനെക്കുറിച്ച് സഞ്ജീവ് സൂചിപ്പിച്ചു. ഇപ്പോൾ നമ്മൾ ഇവിടെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത ഒരു തെരഞ്ഞെടുപ്പ് വിജയം എന്ന് പറയുന്നത് ന്യൂയോർക്ക് മേയർ മംദാനിയുടെ വിജയമാണ്. മംദാനിയുടെ വിജയത്തിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ച കൂട്ടം എന്ന് പറയുന്നത് ജെൻസികളാണ്. അതായത് ന്യൂയോർക്കിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാർ വോട്ട് രേഖപ്പെടുത്തിയ തെരഞ്ഞെടുപ്പായിരുന്നു ഇത്. ആ 17 വയസ്സിനും 30 വയസ്സിനും ഇടയിലുള്ള മനുഷ്യർക്കിടയിൽ ഏറ്റവും മികച്ച അഭിപ്രായങ്ങൾ ഉണ്ടാക്കാൻ ഒരാൾക്ക് സാധിച്ചു. അവർക്ക് രാഷ്ട്രീയത്തിൽ തങ്ങൾ സജീവമായി ഇടപെടണം എന്ന് പറഞ്ഞൊരു തോന്നലുണ്ടാക്കാൻ ഒരു സ്ഥാനാർത്ഥിക്ക് സാധിച്ചു. അപ്പോൾ നമുക്കൊരു ചോദ്യം വരും, പ്രശ്നം ജെൻസിയുടെ ആയിരുന്നോ അതോ അവരോട് കണക്റ്റ് ചെയ്യാൻ സാധിക്കാത്ത രാഷ്ട്രീയ സാംസ്കാരിക നേതൃത്വങ്ങളുടേതായിരുന്നു എന്ന്? അവർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ അവരോട് സംസാരിക്കാനും അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടാനും തയ്യാറാവുന്ന ആളുകൾ വരുമ്പോൾ യാതൊരു മടിയുമില്ലാതെ മുഖ്യധാരാ രാഷ്ട്രീയത്തിലേക്ക് തന്നെ കടന്നു വരാൻ ജെൻസികൾക്ക് കഴിയുന്നു എന്നുള്ളതാണ് ഒന്ന്. രണ്ടാമത്, നമ്മളിപ്പോൾ ഒരുപക്ഷെ ഇന്ന് ലോകം മുഴുവൻ ചർച്ച ചെയ്യേണ്ടുന്ന കാര്യം എന്ന് പറയുന്നത് പലസ്തീനിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഫ്രീഡം ഫ്ലോട്ടില്ലയുടെ മുൻനിരയിൽ നിൽക്കാൻ
ഗ്രേറ്റ തുൻബർഗ് എന്ന് പറയുന്ന 23 വയസ്സുകാരിയാണുള്ളത്. ജെൻസിയുടെ പ്രതിനിധിയാണ്. അതായത് നമ്മൾ എപ്പൊളിറ്റിക്കൽ എന്ന് പുച്ഛിക്കുമ്പോൾ മറുവശത്ത് അവരവരുടെ എല്ലാത്തരം ഫ്രസ്ട്രേഷൻസിനെയും സധൈര്യം ലോകത്തോട് വിളിച്ചു പറയാൻ കഴിവുള്ള ആളുകളാണ്. പിന്നെ അവർക്ക് മടിയുണ്ടാകുന്നതായി നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ പറഞ്ഞ ചെറിയ കൂട്ടങ്ങളായി അവർ മാറുന്നുണ്ടോ, അവർക്ക് ലോകത്തെക്കുറിച്ച് ആശങ്കകളില്ലേ എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണം ഈ നമ്മൾ ഡേറ്റ ക്യാപിറ്റലിസം എന്നൊക്കെ ഓമനപ്പേരിട്ട് വിളിക്കുന്ന ഇപ്പോഴത്തെ നമ്മുടെ ലോകത്തിൻ്റെ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ ക്രൈസിസ് ആണ്. നമ്മുടെ 80s കിഡിനോടും അല്ലെങ്കിൽ ഒരു പരിധി വരെ 90s കിഡ്സിന് പോലും നമ്മൾ MBBS പഠിച്ച ഡോക്ടറാവും, എൻജിനീയറിംഗ് പഠിച്ച എൻജിനീയർ തന്നെ ആവും, തൊഴിലുണ്ട് എന്നുള്ള ഒരു സാമാന്യ വിശ്വാസമെങ്കിലും ഉണ്ടായിരുന്നു. ഇന്ന് നമുക്കുണ്ടോ? നമ്മുടെ വീട്ടിൽ വളർന്നു വരുന്ന കുട്ടികൾക്ക് ഏതെങ്കിലും തൊഴിൽ ബാക്കി വെച്ചേക്കുമോ എന്നുള്ള ആശങ്ക നമുക്കുള്ളതുപോലെ തന്നെ ഞങ്ങൾക്ക് യാതൊരു സ്റ്റെബിലിറ്റിയും ഈ ലോകം ഓഫർ ചെയ്യുന്നില്ല എന്ന് പറയുന്നത് അവരെ വളരെ ഫ്രസ്ട്രേറ്റഡ് ആക്കുന്നൊരു കാര്യമല്ലേ? അപ്പോൾ പ്രതീക്ഷകളില്ലാത്ത ഒരു തലമുറയിൽ നിന്ന് നിങ്ങൾ ഭയങ്കരമായിട്ട് അവർക്ക് അവരാത്മാർത്ഥമായി സമൂഹത്തിന് വേണ്ടി, ഭാവിക്ക് വേണ്ടി പണിയെടുക്കണം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഒരു മിസ്സിങ് ലിങ്ക് ഉണ്ടല്ലോ, ആ ക്രൈസിസിനകത്താണ് അവരുള്ളത്. അങ്ങനെ ആ തലമുറയെ മനസ്സിലാക്കാൻ ശ്രമിക്കണം എന്നാണ് ഒരു മില്ലേനിയലായി എനിക്ക് പറഞ്ഞു തുടങ്ങാനുള്ളത്. ഈ ക്രൈസിസ് എത്രത്തോളം നമ്മുടെ വ്യവസ്ഥാപിത രാഷ്ട്രീയ പാർട്ടികൾ, പ്രത്യേകിച്ചും നിങ്ങൾ സ്റ്റുഡൻസ് വിങ്, ഇപ്പോൾ KSU ആണെങ്കിലും അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി മൊത്തത്തിൽ ഈ ഒരു ക്രൈസിസ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യയുടെ എക്കണോമിയിൽ ഇടപെടുന്ന ഒരു തലമുറയാണ് ജെൻസി. അവരാണ് കമ്പോളം തീരുമാനിക്കുന്നത്, എല്ലാ ഘടകങ്ങളിലും അവരുടെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട്. അവരെ എത്രത്തോളം മനസ്സിലാക്കുന്നുണ്ട് അല്ലെങ്കിൽ അവരെ എത്രത്തോളം അക്കോമഡേറ്റ് ചെയ്യുന്നുണ്ട്? അവർക്കൊരു പ്രസൻസ് ഉണ്ടോ സംഘടനയിൽ, മേജർ പാർട്ടിയിലും അതുപോലെ തന്നെ നമ്മളുടെ സ്റ്റുഡൻസ് വിങ്ങിലും എത്രത്തോളം അവരെ അക്കോമഡേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്? ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾ ഇനി അവർക്ക് ട്രഡീഷണൽ, ഇപ്പോൾ നമ്മൾ കാണുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവർക്ക് താല്പര്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും അവർ അപ്ഡേറ്റ് ചെയ്തേ മതിയാകൂ എന്ന യാഥാർത്ഥ്യത്തിലേക്ക് അവരെത്തിച്ചേർന്നു എന്നതിൻ്റെ ഒരു ലക്ഷണമായിരിക്കാം ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ KSUവിൻ്റെ 79ഓളം ഭാരവാഹികൾക്കാണ് സീറ്റുകൾ ലഭിച്ചത്. SFIയുടെ 60-നടുത്താണ്, MSFന് 50-നടുത്തും AISFൻ്റെ 23 ഭാരവാഹികൾക്കും ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കൃത്യമായിട്ടുള്ള ഒരു പ്ലേസ്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്തേ ഉൾക്കൊണ്ടേ മതിയാകൂ എന്നുള്ള യാഥാർത്ഥ്യം അവർ മനസ്സിലാക്കിയത് കൊണ്ടാണ്. പിന്നെ ഇവർ ഡിമാൻഡ് ചെയ്യുന്ന പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്, കഴിഞ്ഞ ഒരു മാസം പത്രത്തിൽ വന്ന ഒരു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് OJ ജനീഷിൻ്റെ ഒരു പ്രസ്താവനയാണ്, ഈ തട്ടുപൊളിക്കുന്ന ചെളിവാരി എറിയുന്ന പ്രസംഗങ്ങളുടെ ശൈലി മാറ്റി വിഷയാധിഷ്ഠിതമായ പ്രസംഗങ്ങളിലേക്ക് നമ്മൾ മാറിയേ മതിയാകൂ എന്ന് പറഞ്ഞാൽ ട്രഡീഷണൽ രാഷ്ട്രീയ പാർട്ടികൾ മാറിയേ മതിയാകൂ എന്നുള്ളതൊക്കെ ഒരു ബേസിക് അല്ലെങ്കിൽ അടിസ്ഥാനപരമായി കാലഘട്ടം ആവശ്യപ്പെടുന്ന ഒരു മാറ്റമാണ്. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ 1.5 വർഷം മുൻപാണ് ഞാൻ KSUവിൻ്റെ പേരിൽ ചെയർമാൻ എന്നുള്ളത് മാറ്റി ചെയർപേഴ്സൺ എന്നാക്കണം എന്നുള്ളത് ഒരുപക്ഷെ നാച്ചുറലി ഒരു 20 കൊല്ലം മുമ്പ് വരേണ്ട ഒരു കാര്യത്തിന് വേണ്ടി നിവേദനം കൊടുക്കേണ്ട ഒരു അവസ്ഥയുണ്ടായത്. അപ്പോൾ ഒരു ബേസിക് മുതൽ കാര്യങ്ങൾ നമ്മൾ മാറേണ്ടിയിരിക്കുന്നു. ഈ കാലഘട്ടത്തിൽ ഈ ജെൻസികൾക്ക് ഇതിനെക്കുറിച്ചൊക്കെ ധാരണ ഇല്ലാത്തത് കൊണ്ടാണോ എന്ന് അരുന്ധതി മാം ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു. പക്ഷെ എനിക്ക് തോന്നുന്നു അവർക്ക് ധാരണ കൂടിയതിൻ്റെ പ്രശ്നമാണ്. സ്വത്ത രാഷ്ട്രീയത്തെക്കുറിച്ച്, മലിനീകരണ പ്രശ്നങ്ങളുടെ ഇമ്പാക്റ്റിനെ കുറിച്ച്, കാലാവസ്ഥയെക്കുറിച്ച്, സാങ്കേതികമായിട്ടുള്ള അപ്ഡേഷൻസിനെ കുറിച്ചൊക്കെ അല്ലെങ്കിൽ തുല്യതയെക്കുറിച്ച്, ലിംഗനീതിയെക്കുറിച്ചൊക്കെ ധാരണ കൂടിയത് കൊണ്ടാണ് ഇവർ ഈ പൊളിറ്റിക്കൽ സിസ്റ്റത്തിനോടൊക്കെ ഒരു ഗ്യാപ്പ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ജെൻസികളെ അക്കോമഡേറ്റ് ചെയ്യാൻ മാത്രം നമ്മുടെ ട്രഡീഷണൽ പൊളിറ്റിക്കൽ സിസ്റ്റംസ് അപ്ഡേറ്റ് ആയേ മതിയാകൂ. ഇനി എത്രമാത്രം ആവോ എന്നുള്ള ചോദ്യങ്ങൾക്കൊന്നും ഇനി പ്രസക്തിയില്ലാത്ത കാലഘട്ടത്തിലാണ്. ഈ കാലഘട്ടത്തിൽ ഒരു കാർഗോസും ടീഷർട്ടും ഇട്ടുകൊണ്ട് പാർലമെൻറ്റിനകത്ത് ഫാസിസത്തിനെതിരെ പോരാടുന്ന രാഹുൽ ഗാന്ധി എന്നുള്ള ഒരു നേതാവ് ജെൻസികൾ ഏറ്റവും കൂടുതൽ ആക്സെപ്റ്റ് ചെയ്തു കഴിഞ്ഞിരിക്കുന്ന
ഒരു നേതാവ് തന്നെയാണ്. ആ മനുഷ്യനുമായിട്ട് ഏതൊക്കെ രീതിയിൽ ഏതൊക്കെ ഘടകകക്ഷികൾക്ക് എന്തൊക്കെ വ്യത്യാസങ്ങളുണ്ടെങ്കിലും നേരത്തെ സഞ്ജീവൻ പറഞ്ഞ പോലെ അദ്ദേഹം നടന്നു നീങ്ങുന്ന വഴികളിലൊന്നും നമുക്ക് വെറുപ്പിൻ്റെ രാഷ്ട്രീയം കാണാനായിട്ട് സാധിക്കില്ല. ഈ വോട്ട് ചോരി പോലെയുള്ള വലിയ ഭരണഘടനാ പ്രശ്നം രാഹുൽ ഗാന്ധി അവതരിപ്പിച്ചതിന് ശേഷം അദ്ദേഹം വിളിക്കുന്നത്, ഈ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ഈ രാജ്യത്തൊരു മാറ്റം വരുത്താൻ വേണ്ടി രാഹുൽ ഗാന്ധി ക്ഷണിക്കുന്നത് ജൻസികളെയാണ്. നമ്മളത് കൃത്യമായിട്ട് ആ വാക്ക് ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ആ വിഷയങ്ങളെ ടേക്കപ്പ് ചെയ്യാൻ വേണ്ടി. ഈ രാജ്യത്തിൻ്റെ പ്രതീക്ഷ ജൻസി തന്നെയാണെന്ന് പറഞ്ഞ് പിറ്റേ ദിവസം തന്നെ വേറെ വിഷയം, കക്ഷി രാഷ്ട്രീയ വിഷയങ്ങളൊന്നുമല്ല, ഒരു KSUവിൻ്റെയോ NSUയുടെയോ ഭാരവാഹികളുമല്ല, കുറേ ജൻസികൾ വായു മലിനീകരണവുമായി ബന്ധപ്പെട്ട് ഭരണഘടന കയ്യിൽ പിടിച്ചുകൊണ്ട് ഡൽഹിയുടെ തെരുവുകളിൽ ഇറങ്ങിയത് നമ്മൾ കണ്ടതാണ്. ഇവിടെ വേറെ ഒരു പ്രശ്നം, ഇത്രയും എനർജറ്റിക് ആയിട്ടുള്ള പ്രൊഡക്റ്റീവായിട്ടുള്ള സാങ്കേതിക വിദ്യകളിൽ ഇത്രയും അപ്ഡേറ്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയെ, ഒരു പോപ്പുലേഷനെ നമ്മൾ പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്തില്ലെങ്കിൽ അത് വർഗീയത, ലഹരിയുടെ ഉപയോഗം അല്ലെങ്കിൽ തീവ്രവാദം പോലെയുള്ള കാര്യങ്ങളിലേക്ക് വഴിതിരിഞ്ഞു പോകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഏറ്റവും നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഹിറ്റ്ലർ മുതൽ RSS വരെ പയറ്റുന്ന ഒരു തന്ത്രമാണ് ക്യാച്ച് ദം യങ് എന്നുള്ളത്, കുട്ടിക്കാലത്തിലെ അവരെ പിടിക്കുക എന്നുള്ളത്. പക്ഷേ നമുക്ക് ഈ കാലഘട്ടത്തിലെ ജൻസികൾ അതിന് വഴങ്ങുന്നില്ല എന്നുള്ളത് വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. ഇവിടെ ഈ രാജ്യം ആരംഭിച്ച അല്ലെങ്കിൽ ഈ രാജ്യത്തിൻ്റെ കുറേ വർഷം തുടക്കം മുതൽ സ്വാതന്ത്ര്യത്തിന് ശേഷം നമ്മൾ നോക്കുമ്പോൾ വിദ്യാഭ്യാസ രംഗത്ത് ശാസ്ത്ര സാങ്കേതിക വിദ്യ മേഖലയിലൊന്നും ഒരു ഇല പോലും എടുത്ത് മറച്ചു വെക്കാത്ത കൂട്ടര് ഭരണത്തിലേറുമ്പോൾ അവർ ഏറ്റവും കൂടുതൽ പണം ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഏത് മേഖലയിലാണെന്നറിയോ? അവർ ഏറ്റവും കൂടുതൽ അവരുടെ അധികാരം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു മേഖല ഏതാണെന്ന് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് നമ്മുടെ കുട്ടികളുടെ സിലബസിലേക്കാണ്. ഇവിടുത്തെ യുവാക്കളുടെ തലച്ചോറിലേക്ക് കടന്നു കയറി ചരിത്ര യാഥാർത്ഥ്യങ്ങളെ മാറ്റാൻ വേണ്ടി ഒരു ഫാസിസ്റ്റ് ഭരണകൂടം പോലും ശ്രമിക്കുകയാണ്. അവർ പോലും, ഫാസിസ്റ്റ് ശക്തികൾ പോലും വിദ്യാർത്ഥികൾക്കും ദളിതർക്കും വനിതകൾക്കുമൊക്കെ ആത്യന്തികമായിട്ടുള്ള എതിരായിട്ടുള്ള കൂട്ടരാണ് ഫാസിസ്റ്റുകൾ. അവർ പോലും മനസ്സിലാക്കിയിരിക്കുന്നു, ഒരു രാജ്യത്തെ നേടാൻ ഏറ്റവും ആദ്യം നമ്മൾ നേടേണ്ടത് ആ രാജ്യത്തിൻ്റെ യുവാക്കളെയാണെന്ന് മനസ്സിലാക്കുകയും മുഴുവൻ ഭരണഘടനാ സംവിധാനങ്ങളെയും വിസിബിളായിട്ടുള്ള എല്ലാ വിമർശനങ്ങളെ പോലും ശ്രദ്ധിക്കാതെ അവർ ആ ഒരു പ്രക്രിയയിൽ ഇപ്പോഴും ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ സിലബസുകളെയും ചരിത്ര യാഥാർത്ഥ്യങ്ങളെയും ഒക്കെ മാറ്റിമറിച്ചുകൊണ്ട്. അപ്പോൾ രാഹുൽ ഗാന്ധിയെ പോലെ ജൻസികളോട് സംവദിക്കുന്ന അല്ലെങ്കിൽ 2 മണിക്കൂർ നീണ്ട അന്തിച്ചർച്ചകളൊക്കെ ഇപ്പോൾ ജൻസികളുടെ ഇടയിൽ എത്രമാത്രം സ്വീകാര്യതയുണ്ടെന്നുള്ള കാര്യം സംശയമാണ്. അപ്പോൾ ഇൻസ്റ്റഗ്രാമിലൂടെയും റീൽസിലൂടെയും അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചെറിയ ചെറിയ സർക്കിളായി അവരുമായി ഇരുന്നു കൊണ്ട് രാഷ്ട്രീയത്തിലേക്ക് അവരെ കൈപിടിച്ച് ഉയർത്തുന്ന അവരോടൊപ്പമുള്ള ഒരു നേതാവായിട്ട് രാഹുൽ ഗാന്ധി ഒരു മാതൃകയായിട്ട് ഈ കാലഘട്ടത്തിൽ നിൽക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധി നമ്മൾ പറയുമ്പോൾ പോലും നമുക്ക് കോൺഗ്രസ്സിൽ എവിടെയാണ്, അല്ലെങ്കിൽ അതിലേക്ക് നമുക്ക് വരാം. സഞ്ജീവിൻ്റെ അടുത്ത് ഒരു കാര്യം കൂടി ഒന്ന് ചോദിക്കട്ടെ. അതായത് ഭരണഘടനാ സംവിധാനങ്ങളെ എല്ലാം ഉപയോഗിക്കുന്ന ഒരു ഭരണകൂടം, വളരെ എക്സ്ട്രീമായിട്ടുള്ള പൊളിറ്റിക്സ് സംസാരിക്കുന്ന ഒരു ഭരണകൂടം നിലനിൽക്കുന്ന ഒരു സമൂഹത്തിലാണ്, ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ നീതി എവിടെ, ലിംഗനീതി എവിടെ, അല്ലെങ്കിൽ ദളിതർക്കും വനിതകൾക്കും ഇടപെടുന്ന സ്ഥലം എവിടെ എന്നൊക്കെ ചോദ്യങ്ങൾ പോലും അപ്രസക്തമാക്കുന്നു. സിലബസുകൾ അവർ തിരുത്തി എഴുതുന്നു. ഇതിനിടയിൽ എങ്ങനെയാണ് നമ്മൾക്ക് ഇടപെടാൻ പറ്റുക? ഒരു രാഷ്ട്രീയ യുവജന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരാൾ, ഇടപെടേണ്ട ഉത്തരവാദിത്തമുള്ള ഒരാളെന്നുള്ള രീതിയിൽ എങ്ങനെയാണ് ഈ ഇടപെടലുകൾ സാധ്യമാവുന്നത്? രാഷ്ട്രീയം എന്നത് നിലപാടാണ്. അപ്പോൾ ജൻസികളെ പലപ്പോഴും നേരത്തെ പറഞ്ഞതുപോലെ അവർ രാഷ്ട്രീയ നിലപാട് എടുക്കുന്നുണ്ടോ, പ്രത്യക്ഷത്തിൽ വരുന്നുണ്ടോ എന്നതിനൊക്കെ ചോദ്യം ഈ നിലപാട് പലരും എടുക്കുന്നില്ല എന്നുള്ളതുകൊണ്ടാണ്. ഇപ്പോൾ ആൻ പറഞ്ഞത് ചില അടയാളങ്ങളാണ്. എന്താണത്? വെള്ള ടീഷർട്ടും കാർഗോ പാൻറ്റും പറയാനൊക്കെ കൊള്ളാം, പക്ഷേ നിലപാടെടുക്കേണ്ടടുത്ത് നിലപാട് പല ഘട്ടങ്ങളിലും ഈ പറഞ്ഞ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടി, പ്രത്യേകമായി ഇന്ന് പ്രതിപക്ഷത്തുള്ള ഈ പാർട്ടി എടുത്തിട്ടില്ല എന്ന കാരണം കൂടിയാണ് ഇന്ന് സംഘപരിവാറിൻ്റെ ഇത്ര ശക്തിയുക്തമായിട്ടുള്ള ഇടപെടലിലേക്ക് ഇന്ത്യയിലെ പൊതുരാഷ്ട്രീയം മാറിയത്. അപ്പോൾ ഇത് അടയാളങ്ങളാണ്. ഈ പറഞ്ഞ ഇതൊക്കെ ഇതിനോടൊന്നും മറ്റൊന്നും പറയുന്നില്ല. പക്ഷേ അതാണോ യഥാർത്ഥത്തിൽ ആവശ്യം? ബീഹാറിൽ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഈ പറഞ്ഞ രാഷ്ട്രീയ പാർട്ടി മത്സരിച്ചത് മതനിരപേക്ഷ പാർട്ടികളായിട്ടുള്ള ഇന്ത്യയിലെ CPIക്കെതിരെയാണ്, CPMനെതിരാണ്. 8 സ്ഥലങ്ങളിൽ 9ഓളം വരുന്ന സീറ്റുകളിൽ തന്നെയും
സൗഹൃദ മത്സരമായിരുന്നു കോൺഗ്രസ് സംഘടിപ്പിച്ചത്. ഈ നിലപാടാണോ ഇന്ത്യൻ ജൻസികളെ സ്വാധീനിക്കേണ്ടത്? ഈ നിലപാട് കൊണ്ട് മതനിരപേക്ഷതയ്ക്ക് എന്തു മെച്ചം? അതുകൊണ്ട് തന്നെ നിലപാട് എടുക്കേണ്ട സമയങ്ങളിൽ എടുക്കുന്നില്ല എന്ന ശക്തിയുക്തമായിട്ടുള്ള വിമർശനം ഈ രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്കുണ്ട്. ഒന്ന്, സംഘപരിവാറിനെതിരെയുള്ള നിരന്തര സമരത്തിൽ ഈ കേരളത്തിൽ ഈ പറഞ്ഞ ആൻ പ്രതിനിധാനം ചെയ്യുന്ന സംഘടനയുണ്ടോ എന്ന ചോദ്യം പ്രസക്തമാണ്. ആൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന സഹപ്രവർത്തകരായിട്ടുള്ള ആളുകൾ ഈ ഇന്ത്യൻ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ കേരളത്തിലെ കേരള സർവകലാശാല മുതൽ കണ്ണൂർ സർവകലാശാല വരെ ഇന്ന് കീഴടക്കിക്കൊണ്ടിരിക്കുന്ന ഉയർന്ന ജാതിബോധത്തിൻ്റെയും കേവലം ഒരു ഗവർണറും കുറച്ച് താൽക്കാലിക VC-മാരും കുറച്ച് സിൻഡിക്കേറ്റ് അംഗങ്ങളും സംഘപരിവാറിനുണ്ടായപ്പോഴാണ് PhD 20 വർഷമായി സംസ്കൃതം പഠിച്ച ഒരു വിദ്യാർത്ഥിക്ക് PhD കൊടുക്കില്ലെന്ന നിലപാട് സംഘപരിവാർ എടുത്തത്. അതിനെതിരെ സമരമില്ല. പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം അവതരിപ്പിക്കപ്പെട്ട ഘട്ടം തൊട്ട് രാജ്യവ്യാപകമായിട്ടുള്ള സമരം ഇന്ത്യൻ ഇടതുപക്ഷം സംഘടിപ്പിച്ചു. ഇന്ത്യൻ ഇടതുപക്ഷം സംഘടിപ്പിക്കുമ്പോൾ അതിൻ്റെ വിശാലാർത്ഥത്തിൽ ഈ കേരളത്തിലും അതിനെ അഭിസംബോധന ചെയ്യാൻ ഇദ്ദേഹത്തിൻ്റെ സംഘടന ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ജൻസികൾക്ക് കുറച്ചുകൂടി മെച്ചപ്പെട്ട രാഷ്ട്രീയ നേതൃത്വം വേണം. ഇപ്പോൾ പറഞ്ഞു OJ ജനീഷ് നിലപാടെടുത്തതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു, സ്വാഗതാർഹം. പക്ഷേ ആദ്യം പാലക്കാട് MLA വീട്ടിലിരുത്തണം, എന്നിട്ട് വേണം ഈ കാര്യങ്ങൾ പറയാൻ എന്നത് പറയാതിരിക്കാൻ കഴിയില്ല. പാലക്കാട് MLA എന്താണ് ഈ കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് കേരളത്തിലെ ജൻസികൾ കാണുകയാണ്, കേരളത്തിലെ പൊതുസമൂഹം കാണുകയാണ്. ഇപ്പോഴും കൃത്യമായ നിലപാടെടുക്കാൻ ആ പാർട്ടിക്കും അതിൻ്റെ നേതൃത്വത്തിനും കഴിയുന്നില്ല. ഇന്ന് ജനങ്ങളുടെ മുന്നിൽ വോട്ട് ചോദിച്ചു പോവുകയാണ്. ഈ ജൻസികളാണോ സ്വന്തമായി ഈ നാട്ടിലെ മാധ്യമ പ്രവർത്തകർക്ക് പോലും തെരുവിലിറങ്ങി നടക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാക്കിയ ഒരു MLA, 140 MLA-മാരിൽ ഒരാൾ, അയാൾ ഇപ്പോഴും വോട്ട് ചോദിച്ച് നടക്കുകയാണ് കോൺഗ്രസിൻ്റെ അതേ ലേബലിൽ. അപ്പോൾ സ്വാഭാവികമായും നിലപാട് ശക്തിയുക്തമായിരിക്കണം, അതെടുക്കാൻ കഴിയണം, അത് വിശ്വാസയോഗ്യമായിരിക്കണം. അത് വിശ്വാസയോഗ്യമല്ല എന്നുള്ളത് കൊണ്ടാണ് സ്വാഭാവികമായും ഈ ഫാസിസത്തിന് തഴച്ചു വളരാൻ കഴിയുന്ന രൂപത്തിലുള്ള ഒരു പശ്ചാത്തലം ഇന്ത്യൻ സാഹചര്യങ്ങളിൽ ഉണ്ടായിട്ടുള്ളത്. അതിന് കർക്കശമായിട്ടുള്ള നിലപാടുകൾ എടുക്കണം. അതിന് സ്വാഭാവികമായിട്ടും ഇത്തരം ഇന്ത്യൻ സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ നമ്മൾ ജൻസികളെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്നു. എന്താണ് ഇന്ത്യൻ സാഹചര്യം? ഇന്ത്യൻ സാഹചര്യം വളരെ വിഭിന്നമാണ്. ജാതി, മതം, അതിൻ്റെ വ്യത്യാസങ്ങൾ, ഉച്ചനീതിത്വങ്ങൾ, പ്രത്യേകിച്ച് തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും, ഇതിനെയൊക്കെ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതുണ്ട്. അപ്പോൾ ഈ നിലപാടുകളൊന്നും എടുക്കാതെ കാർഗോ പാൻറ്റും വെള്ള ഷർട്ടും മാത്രം ഇട്ടുകൊണ്ട് ഇന്ത്യയിൽ ഈ കാര്യങ്ങളിലൊക്കെ രക്ഷയുണ്ടാകും എന്നൊരഭിപ്രായം ഞങ്ങൾക്കില്ല. നിലപാട് ശക്തമായിരിക്കണം. അത് എവിടെ നിന്നാണെങ്കിലും അത് ഉയരണം. JNU സർവകലാശാലയിൽ SFI ഉൾപ്പെടെയുള്ള ഇടത് കക്ഷികൾ മുന്നോട്ട് വെച്ച രാഷ്ട്രീയത്തെ തച്ചു തകർക്കാൻ സംഘപരിവാർ നിരന്തരമായി പ്ലാൻ ചെയ്തത് 30 വർഷമാണ്. 30 വർഷത്തെ പ്ലാനിങ്ങുകളുടെ ഭാഗമായി 900 വിദ്യാർത്ഥികളെ വ്യത്യസ്ത വർഷങ്ങളിലായി അവിടെ RSS റിക്രൂട്ട് ചെയ്തു. RSS കഴിഞ്ഞ രൂപീകരണ ദിവസത്തിൽ വിജയദശമി നാളിൽ അവിടെ റൂട്ട് മാർച്ച് നടത്തി. എന്നിട്ടും അവിടെ വിജയിച്ചു വന്നത് മതനിരപേക്ഷ കക്ഷിയാണ്. അതിൻ്റെ അർത്ഥം അവിടെ ഉയർത്തിപ്പിടിക്കേണ്ട ഐഡലുകളെക്കാൾ അപ്പുറത്തേക്ക് ജൻസികൾക്കിടയിൽ, വിദ്യാർത്ഥികൾക്കിടയിൽ ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത് നിലപാടാണ്. അത് ശക്തിയുക്തം സംഘപരിവാർ വിരുദ്ധമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ജൻസികൾക്ക് ആവശ്യമായ ഇത്രയേ ഉള്ളൂ, ജൻസികൾക്ക് വേണ്ടത് ഇത്രയേ ഉള്ളൂ, തലമുറക്ക് വേണ്ടത് ഇത്രയേ ഉള്ളൂ. സമാധാനത്തോടു കൂടി, സന്തോഷത്തോടു കൂടി ഈ ലോകത്ത് ജീവിക്കണം. അതിന് ജീവിക്കണമെങ്കിൽ സ്വാഭാവികമായും ഇന്ത്യൻ ഭരണഘടന ഉയർത്തിപ്പിടിച്ചാൽ മതി. അത്രയേറെ ഭംഗിയുള്ള ഭരണഘടന ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടോ എന്ന ചോദ്യം പ്രസക്തമാണ്. ആ ഭരണഘടന നിലനിന്നാൽ മതി. അത് നിലനിർത്താനുള്ള ഇടപെടൽ ശക്തിയുക്തമായി നടത്തണം എന്നുള്ളതാണ് പറയാനുള്ളത്. അതിന് നിലപാടെടുക്കണം. ഓക്കെ, കണ്ടിന്യൂറ്റി വേണ്ട ഒരു കാര്യമായതുകൊണ്ട് ഞാൻ തന്നെ കയറി പറയാണ്. നമ്മളിവിടെ കുറച്ച് മുന്നേ പറഞ്ഞുള്ളൂ, ഞാനിവിടെ സംസാരിച്ചത് ഈ രാഷ്ട്രീയത്തിൽ മുന്നോട്ട് വയ്ക്കാവുന്ന മാതൃകകളെക്കുറിച്ചാണ്. ഒരു രീതിയിലും ഇവിടെ സ്ഥിരമായിട്ടുള്ള പരസ്പര അലക്കുകൾ, കാരണം രാഹുൽ മാങ്കൂട്ടത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ മുകേഷിനെ കുറിച്ച് പറയണമെന്നും ശശിയെക്കുറിച്ച് പറയണമെന്നും വർഗീയതയെക്കുറിച്ച് പറയുമ്പോൾ PM ശ്രീ ഒപ്പിട്ട മന്ത്രി ശിവൻകുട്ടിക്ക് ABVP-ക്കാർ കൊടുത്ത ആശംസയും പുറകെ കാലുപിടിക്കാൻ പോയ SFI-കാരുടെ കാര്യവും, വർഗീയതയെക്കുറിച്ച് പറയുമ്പോൾ 100% മതേതരവാദി എന്ന് നമ്മൾ പറഞ്ഞു ശീലിച്ച കേരളത്തിൽ 100% വർഗീയവാദിയായ യോഗി ആദിത്യനാഥിൻ്റെ മംഗളപത്രം ഒരു ഇടതുപക്ഷ മന്ത്രി പിണറായി വിജയനെ വേദിയിലിരുത്തിക്കൊണ്ട് അയ്യപ്പ സംഗമ വേദിയിൽ യോഗി ആദിത്യനാഥിൻ്റെ ആശംസ, നൊബേൽ പ്രൈസ് സമ്മാനം കിട്ടിയ പോലെ വാഴ്ച കേൾപ്പിച്ച കാര്യമൊക്കെ ഞാനും പറയും, പിന്നെ സഞ്ജീവനും കുറേ പറയും. ഇതൊക്കെ മടുത്ത് എങ്ങനെ ഒരു പോസിറ്റീവ് രാഷ്ട്രീയം കേൾക്കാമെന്ന് വിചാരിച്ചിരിക്കുന്ന ജൻസികളുടെ മുൻപിലേക്ക് ഞങ്ങൾ ആ രീതിയിലുള്ള ചർച്ചയിലേക്ക് പോകാതിരിക്കാൻ മോഡറേറ്റർ ഉൾപ്പെടെയുള്ളവർ ആഗ്രഹിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ എൻ്റെ ഇത് കണ്ടിന്യൂ ചെയ്യാണ്. അപ്പോൾ ജൻസികൾ അസ്വസ്ഥരാണ്.
ഓക്കെ, അപ്പോൾ നമ്മൾ മൈഗ്രേഷനെ കുറിച്ച് ഇനി ടു ദ പോയിന്റ്, എനിക്ക് തോന്നുന്നു ഈ പാറ്റേണിൽ തന്നെയാണ് പോകേണ്ടതെന്ന്. ഓക്കെ, അപ്പോൾ നമ്മൾ വേറെ PM ശ്രീയുടെ ചർച്ചകൾ വേറെ ചർച്ചയിലേക്ക് പോകുന്നതിനേക്കാളപ്പുറം ജൻസികൾ ആഗ്രഹിച്ച ഒരു ടോപ്പിക്ക് തന്നെയായിരിക്കും ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യത്തെക്കുറിച്ച്. ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം എന്ന് പറയുമ്പോൾ ഒരു നല്ല യൂണിവേഴ്സിറ്റി പ്രതീക്ഷിച്ചോ ഒരു നല്ല കോഴ്സ് പ്രതീക്ഷിച്ചോ ഇവർ യൂറോപ്പിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. ഗ്ലോബലൈസേഷനും ലോകത്ത് നമ്മുടെ കുട്ടികൾ ഞങ്ങൾ ഓടിയെത്തുന്നത് എന്തുകൊണ്ടും നല്ലൊരു കാര്യമാണ്. പക്ഷേ ഈ നാട്ടിലെ ഉന്നത ജീവിത നിലവാരമില്ലാത്തത് കൊണ്ട് സ്വാതന്ത്ര്യത്തിനും സ്വകാര്യതയ്ക്കും വേണ്ടി മാത്രം വിദേശത്തേക്ക് പഠിക്കാൻ ലോൺ എടുത്ത് പോകുന്ന മിഡിൽ ക്ലാസ് ഫാമിലിയിലെ ഒരുപാട് വിദ്യാർത്ഥികളെ നമുക്ക് എല്ലാവർക്കും പരിചയം ഉണ്ടാകും. അപ്പോൾ നമ്മൾ അവരെ നോക്കിയിട്ട് പറയും യൂറോപ്പിൽ പോയി ഇവിടുന്ന് പഠിക്കാൻ വിടുന്നവർ യൂറോപ്പിൽ പോയി കക്കൂസ കഴുകാൻ അവന് മടിയില്ല, നാട്ടിലാണെങ്കിൽ അവന് വൈറ്റ് കോളർ ജോലിയേ പറ്റുള്ളൂ എന്ന് പറയും. പക്ഷെ അതിലൊരു പ്രശ്നമുണ്ട്, യൂറോപ്പിൽ പോയി കക്കൂസ കഴുകിയാൽ ലക്ഷങ്ങളുടെ വരുമാനവും കിട്ടും, ജോലിയുടെ ഇകഴ്ത്തലുകളോ താഴ്ത്തുകളോ ഒന്നും ആൾക്ക് സമൂഹത്തിൽ അനുഭവിക്കേണ്ടി വരില്ല. അപ്പോൾ ജീവിത മെച്ചപ്പെട്ട സാഹചര്യങ്ങൾ ഇവിടെ കൊടുത്താൽ നമ്മുടെ വിദ്യാർത്ഥികൾ ഇവിടെ തന്നെ നിൽക്കും. ഒന്നില്ലെങ്കിലും യൂറോപ്പിനേക്കാളും നല്ല കാലാവസ്ഥയല്ലേ നമ്മുടെ നാട്ടിലുള്ളത്. പിന്നെ ഇന്നും നമ്മുടെ നാട്ടിൽ നമ്മൾ ആഘോഷിക്കുന്ന സ്റ്റാൻഡേർഡ്സിൻ്റെയൊക്കെ ഡിഫറൻസ് എത്രയാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്നും മാനവീയം വീതിയിൽ 500 മീറ്റർ ചുറ്റളവിൽ പോലീസ് കാവലിൽ 12 മണി വരെ പാട്ടുപാടാൻ ലഭിക്കുന്നതാണ് നിർഭാഗ്യവശാൽ നമ്മുടെ നൈറ്റ് ലൈഫ് എന്ന് പറയുന്നത്. അപ്പോൾ സുരക്ഷിതമായി വളരെ സ്വാഭാവികമായി നൈറ്റ് ലൈഫുകൾ ആസ്വദിക്കാൻ പറ്റുന്ന ഇടങ്ങളുള്ളിടത്തേക്ക് യുവാക്കൾ പാറിപ്പറക്കുന്നതിനെ കുറിച്ച് നമുക്ക് പരാതി പറയാൻ പറ്റില്ല. കാരണം 2018 5 കൊല്ലം 2018 നിന്ന് 2023 നോക്കുകയാണെങ്കിൽ 1.3 ലാക്സിൽ നിന്ന് 2.5 ലാക്സ് ആണ് വിദ്യാർത്ഥി മൈഗ്രേഷൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര പേടിപ്പിക്കുന്ന ഒരു സംഖ്യയാണ്. പിന്നെ നമ്മൾ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തെ നോക്കുകയാണെങ്കിൽ ഞാൻ ആ ചർച്ചകളൊന്നും ഒരു കക്ഷി രാഷ്ട്രീയത്തെയോ ഒരു ഗവൺമെൻറ്റിനെയോ ഒന്നും ഉദ്ദേശിച്ച് പറയുന്നതല്ല, മൊത്തത്തിലുള്ള യാഥാർത്ഥ്യങ്ങളെ മാത്രം നോക്കി പറയുകയാണെങ്കിൽ നമ്മുടെ ക്യാമ്പസുകളിൽ എവിടെയെങ്കിലും നമ്മുടെ സർവകലാശാലകളിൽ ഫുൾ ടൈം റിസർച്ച് യൂണിവേഴ്സിറ്റീസ് നമുക്കുണ്ടോ? FIUGPയും PGയും PhDയും ഒക്കെ കുഴഞ്ഞു കിടക്കുന്ന അവസ്ഥയിലുള്ള സർവകലാശാലകളാണ് നമുക്കുള്ളത്. ഇപ്പോഴും ഫുൾ ടൈം ലൈബ്രറി 24 hours ലൈബ്രറി പ്രൊവൈഡ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റികൾ നമുക്കിപ്പോഴും ഉണ്ടോ? ഇപ്പോഴും അധികാരികൾക്ക് വിദ്യാർത്ഥികൾക്ക് വേണ്ട സൗകര്യങ്ങൾ ഫെസിലിറ്റീസ് പൂർണ്ണമായി ഡിജിറ്റലൈസ് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് വേറെ ടെക്നിക്കലായിട്ടുള്ള ഒരുപാട് വിഷയങ്ങളാണ്. അതുപോലെ തന്നെ ക്യാമ്പസുകളിലേക്ക് നമ്മൾ വരാണെങ്കിൽ ക്യാമ്പസിലെ ജനാധിപത്യത്തെക്കുറിച്ച് നമ്മളെല്ലാവരും വാചാലരാകുമ്പോൾ ഒരാളെയും കുറ്റപ്പെടുത്താതെയുള്ള വ്യക്തിപരമായിട്ട് ഈ ടോപ്പിക്കിനോട് ആത്മാർത്ഥത പുലർത്തി പറയുകയാണെങ്കിൽ ഒരു പാർലമെന്റിലോ ഒരു നിയമസഭയിലോ വേണ്ട ഒരു പഞ്ചായത്തിലെങ്കിലും നമുക്കൊരു പ്രതിപക്ഷ നേതാവ് ഇല്ലാത്ത അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റുമോ? നമ്മുടെ ക്യാമ്പസുകളിൽ 2025 ആയിട്ട് പോലും ഒരു പ്രതിപക്ഷ നേതാവെന്ന ഒഫീഷ്യൽ പോസ്റ്റോ പ്രതിപക്ഷ ടീം എന്നുള്ള ഒരു ഔദ്യോഗിക ഒരു ടീമോ നമുക്കുണ്ടോ? ജയിച്ചു കഴിഞ്ഞാൽ യൂണിയൻ എന്ന അധികാരം നേടുന്ന അത് ഏത് സംഘടനയായാലും എല്ലാ സംഘടനകൾക്കും ജയിച്ചവരാണ് അധികാരം കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യുന്നത്. എന്താണ് പ്രതിപക്ഷമെന്ന് ക്യാമ്പസുകളിൽ പഠിക്കാൻ ഞങ്ങൾക്ക് ഇപ്പോഴും ഒരു ഇടമുണ്ടോ? 10 കൊല്ലമായിട്ട് മാഗസിൻ ഇറക്കാത്ത മാഗസിൻ്റെ ഫണ്ട് ദുരുപയോഗം ചെയ്യുന്ന അതേ പാനലിൽ നിന്ന് തന്നെയുള്ള മാഗസിൻ എഡിറ്റർമാർ വീണ്ടും വീണ്ടും ജയിക്കുന്നുണ്ടെങ്കിൽ എന്താണ് പ്രതിപക്ഷ ഉത്തരവാദിത്തം എന്ന് ക്യാമ്പസുകളിൽ നിന്ന് പഠിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. അത് ക്യാമ്പസിൽ നിന്ന് പഠിച്ചാലാണ് പുറത്ത് നിയമസഭയിലും ഈ പറയുന്ന ഫാസിസ്റ്റ് പോരാട്ടങ്ങൾക്കും ജൻസിയെ പ്രാപ്തമാക്കാൻ നമുക്ക് പറ്റുള്ളൂ. അതിൽ നിന്ന് തുടർച്ചയായിട്ട് അരുന്ധതിയിലേക്ക്, അതായത് നമ്മളിപ്പോൾ സംസാരിച്ച വിഷയത്തിൽ മൈഗ്രേഷൻ നമ്മൾ കൃത്യമായി പറഞ്ഞു. സ്വാതന്ത്ര്യബോധത്തോടു കൂടി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഗവേഷണത്തിനോട് താല്പര്യമുള്ള നമ്മുടെ സ്റ്റുഡൻറ്റ് കമ്മ്യൂണിറ്റി കൂടുതലും പുറത്തേക്ക് പോകുന്ന അവർക്കൊരു ഭയം കൂടിയുണ്ട്. ഇവിടെ ജീവിക്കുകയാണെങ്കിൽ സമാധാനമായിട്ടുള്ള ജീവിതം പോസിബിൾ ആണോ എന്നുള്ള ചോദ്യത്തിൻ്റെ തുടർച്ചയായിട്ട് കൂടി ആയിരിക്കാം. എന്തൊക്കെയാണ് അതിൻ്റെ ഒരു ഒബ്സർവേഷൻ? നമ്മളെക്കുറിച്ച് വളരെ ഉയർന്ന് ചിന്തിക്കുകയും നമ്മുടെ ചുറ്റുമുള്ള രാജ്യങ്ങളിലെ ആളുകളെക്കുറിച്ചൊക്കെ കുറച്ച് താഴ്ത്തി ചിന്തിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. നമ്മളെപ്പോഴും ബംഗ്ലാദേശിൽ നിന്ന് ജോലിക്ക് വരുന്നവരെ ബംഗാളികളെന്ന് പറഞ്ഞ് അവർക്ക് ഇത്രയ്ക്കുള്ള ബോധങ്ങളേ ഉള്ളൂ, പാൻപരാഗം ചവച്ച് നടക്കുന്ന ആളുകൾ എന്ന് പുച്ഛിക്കുന്ന നമ്മൾ വളരെ ഉയർന്ന രാഷ്ട്രീയ ബോധ്യങ്ങളുള്ള 4-5 പടി മുകളിൽ നിൽക്കുന്ന ആളുകളായിട്ടാണ് നമ്മൾ സ്വയം കാണുന്നത്. പക്ഷെ അവിടുത്തെ വിദ്യാർത്ഥികൾ ഷെയ്ഖ് ഹസീന എന്ന് പറയുന്ന സ്വേച്ഛാധിപതിയെ താഴെ ഇറക്കി സമരം ചെയ്ത് അതിൽ പലർക്കും ജീവൻ കൊടുക്കേണ്ടി വന്നു. പക്ഷെ അതിനുള്ള ധൈര്യം അവർ കാണിച്ചു. തൊട്ടിപ്പുറത്ത് കിടക്കുന്ന നമ്മുടെ ബിഗ് നെയ്ബർ ഇന്ത്യയുടെ തൊട്ടിപ്പുറത്ത് കിടക്കുന്ന നേപ്പാൾ, ഒരു ചെറിയ രാജ്യം, അവിടുത്തെ
ജെൻസികൾ തെരുവിലിറങ്ങി സമരം ചെയ്ത് അവരും പലരും ജീവൻ കൊടുത്തു തന്നെയാണ് അവിടുത്തെ ഭരണകൂടത്തെയും താഴെ ഇറക്കിയത്. ആ സംഭവം നടക്കുന്ന തുടക്ക ദിവസങ്ങളിൽ നമ്മളവരെ പുച്ഛിക്കുക പോലും ചെയ്തു. ഫേസ്ബുക്കും യൂട്യൂബും കിട്ടാത്തതുകൊണ്ടാണ് ഇവർ സമരത്തിനിറങ്ങിയതെന്ന് പറഞ്ഞത്. അതുകൊണ്ടൊന്നല്ല, അവിടെ സിസ്റ്റമിക്കായി നടക്കുന്ന അഴിമതിയും അസമത്വത്തിലും മടുത്ത് കാലങ്ങളായി അവർ കൊണ്ടു നടന്ന ഫ്രസ്ട്രേഷൻ അവസാനം പൊട്ടാൻ സോഷ്യൽ മീഡിയ ബാൻ ഒരു കാരണമായി എന്നുള്ളൂ. പക്ഷേ ഈ പറയുന്ന ഉന്നതമായ രാഷ്ട്രീയ മൂല്യങ്ങൾ സൂക്ഷിക്കുന്നു എന്ന് പറയുന്ന നാട്ടിൽ നമ്മൾ നമ്മുടെ ബന്ധുക്കളോടും മക്കളോടും ഒക്കെ ഉപദേശിക്കുന്നത് ആരെങ്കിലും കൊല്ലുന്നത് കണ്ടാലും 6 മണിക്ക് മുമ്പ് വീട്ടിൽ കയറിക്കോണം, ഒന്നിലും അഭിപ്രായം പറയാൻ പോകരുത് എന്നാണ് നമ്മുടെ ഉപദേശം. ഈ ഉപദേശത്തിൽ നിൽക്കുമ്പോൾ നേരത്തെ ഞാൻ ജെൻസികൾക്ക് എന്തൊക്കെയോ ധാരണക്കുറവുകളുണ്ട് എന്ന് ഞാൻ പറഞ്ഞതിൽ മിസ്കമ്മ്യൂണിക്കേഷൻ വന്നാണ്. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. അവർക്ക് കൃത്യമായ ധാരണകൾ ഉള്ളതുകൊണ്ട് അവർ നിരാശരാണ് എന്നാണ് പറഞ്ഞത്. ഈ നിരാശ കൂടിയുണ്ട് ഈ പറയുന്ന മൈഗ്രേഷൻസിന് പുറകിൽ. അതായത് ഇവിടുത്തെ ഭരണകൂടത്തിനെതിരെയോ ഈ നിലനിൽക്കുന്ന വ്യവസ്ഥകൾക്കെതിരെയോ അല്ലെങ്കിൽ നമ്മളുടെ നാട്ടിൽ ഇത്രയും ശക്തമായി വേരോടിയിട്ടുള്ള ജാതിക്കെതിരെയോ സംസാരിക്കാനോ പ്രതികരിക്കാനോ ഒക്കെ ആഗ്രഹമുണ്ടെങ്കിലും പ്രതികരിച്ചു കഴിഞ്ഞാൽ ജയിലിൽ കിടക്കേണ്ടി വരും. ഉമർ ഖാലിദ് ഇപ്പോഴും ജയിലിലാണ്. അപ്പോൾ ആ ഭയം കൃത്യമായി ഉള്ളതുകൊണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ജീവിക്കാൻ വേണ്ടി ഈ നാട്ടിൽ ജീവിക്കാൻ കഴിയില്ല. അത് പല തരത്തിലുണ്ട്. അത് എല്ലാവർക്കും ഒരുപോലെയല്ല. പെൺകുട്ടികൾ കൂടുതലായി പുറത്തേക്ക് പോകുന്നുണ്ടാവും, അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ കൂടുതലായി പുറത്തേക്ക് പോകുന്നുണ്ടാവും. അവരെവിടെയാണോ അരക്ഷിതരായിരിക്കുന്നത് അവിടെ നിന്ന് സാമ്പത്തികമായ സുരക്ഷ മാത്രമല്ല, ആ കാര്യത്തിൽ പറഞ്ഞത് ഞാൻ പൂർണ്ണമായി യോജിക്കുന്നു, സ്വാതന്ത്ര്യം കൂടി തേടിയാണ് അവർ പോകുന്നത്. അത് ഭയപ്പെടുത്തുന്ന ഒരു കാര്യമല്ല. അവർ സ്വതന്ത്രരാവുന്നെങ്കിൽ അവർ സ്വതന്ത്രരാകട്ടെ. പക്ഷേ അപ്പോൾ ഇവിടെയുള്ളവർ ആലോചിക്കേണ്ടത് ജെൻസികൾക്ക് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ നാട്ടിൽ നടക്കുന്ന എല്ലാ പ്രശ്നത്തിലും ഒരു വോയിസ് ഇല്ല എന്നല്ല അർത്ഥം. ഒന്ന്, അത് സംഘടിച്ച് അത് പ്രകടിപ്പിക്കാൻ അവർക്ക് ഭയമുണ്ട്. അവർ ഭയക്കുക തന്നെ വേണം. ഭയക്കേണ്ട സാഹചര്യമാണല്ലോ ഈ നാട്ടിലുള്ളത്, അതാണല്ലോ യാഥാർത്ഥ്യം. അപ്പോൾ അതുകൊണ്ട് അവർ പുറത്തേക്ക് പോകുന്നു. അപ്പോൾ നമുക്ക് കഴിയുന്നത്, നമ്മൾ കേരളം എന്ന് പറയുന്നത് നമ്മളൊരു തുരുത്താണെന്നും നമ്മളെല്ലാ തരത്തിലുള്ള പൗരരുടെ അവകാശങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് ജാതി മത ലിംഗഭേദമില്ലാതെ മനുഷ്യർക്ക് ജീവിക്കാൻ കഴിയുന്ന ഒരു നാടാണെന്നും നമ്മൾ ശരിക്കും ബാക്കിയുള്ളവരോടൊക്കെ പറയുന്നുണ്ടെങ്കിൽ അത് പ്രാവർത്തികമാക്കാനുള്ള കാര്യങ്ങൾ എല്ലാ പാർട്ടികളും ഒന്നിച്ച് ചെയ്യുക എന്നതിനപ്പുറം നമ്മൾ അയ്യോ പിള്ളേർ നാടുവിട്ട് പോകുന്നേ എന്ന് വിലപിച്ചിട്ട് ഒരു കാര്യമില്ല. പോകുന്നത് നമുക്ക് ഗുണം തന്നെയാണ്. എല്ലായിടത്തും പോയി നന്നായി അന്തസ്സോടെ തൊഴിൽ ചെയ്ത് നമ്മുടെ മലയാളികളുടെ പേര് പുറത്തു പോയിട്ടുള്ള പ്രവാസികളൊക്കെ ശോഭിപ്പിച്ചിട്ടേ ഉള്ളൂ. പക്ഷെ നമുക്ക് ഭാവിയിൽ എന്താവും കേരളം എന്ന് ആലോചിക്കുമ്പോൾ ഈ പോകുന്ന മികച്ച തലച്ചോറുകളൊക്കെ നമ്മുടെ നാട്ടിൽ നിൽക്കേണ്ടവരല്ലേ? അവർ നമ്മുടെ നാടിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടവരല്ലേ? എങ്കിൽ അവർക്ക് അതിന് പറ്റുന്നൊരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക. ഒരു ഇൻ്റർകാസ്റ്റ് മാരേജ് കഴിക്കാൻ സമ്മതിക്കുന്നില്ല. അവർ പോയിട്ട് പുറത്തുനിന്നൊരു ഇണയെ കടുമ്പോൾ ആ സായിപ്പാണെങ്കിൽ കുഴപ്പമില്ല, ജാതി മാറിയാലാണ് നമ്മുടെ പ്രശ്നം എന്ന് പറയുന്ന ആളുകളാണ് നമ്മൾ. അപ്പം നമ്മൾ ജെൻസിയെ ഉപദേശിക്കാതെ നമ്മൾ അതിന് മുമ്പോട്ടുള്ള മില്ലേനിയൽസ് 80s 70s 60s നമ്മളൊന്ന് നന്നാവാൻ നോക്കുക എന്നുള്ളതാണ്. അവരെ കേൾക്കുക, നമ്മൾ നന്നാവാൻ നോക്കുക. എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരുപാട് കാലഘട്ടങ്ങൾ മാറാതിരുന്ന പലരെയും മാറ്റിയിട്ടുള്ളൊരു തലമുറയാണ് ജെൻസി. നമ്മുടെ സിനിമ തന്നെ മാറാനുണ്ടായ ഒരു പ്രധാനപ്പെട്ട കാരണം പോലും, അല്ലെങ്കിൽ ആളുകൾ സംസാരിക്കുമ്പോൾ ഞാൻ പറയുന്നത് പൊളിറ്റിക്കലി കറക്റ്റ്. മുൻപൊക്കെ നമുക്ക് ഹരാസ്മെൻറ്റ്, ഈവൻ ടീച്ചേഴ്സ് കുട്ടികളോട് ചെയ്യുന്ന ചില സംഭാഷണങ്ങളിൽ പോലും അത് ശരിയല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ തിരിച്ചറിയുണ്ടായിരുന്നില്ല അന്നത്തെ കുട്ടികൾ. അതായത് ഇപ്പോഴത്തെ 80s 90s മില്ലനിയൽസ് പോലും ഒരു ഘട്ടത്തിൽ. പക്ഷേ നമ്മുടെ ജെൻസി കുട്ടികൾ ക്ലാസ് റൂമിൽ പോലും ആ ഡെമോക്രസി കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണ്. പക്ഷേ അവർക്ക് ഭയമില്ലാതെ ജീവിക്കാനും കൂടിയുള്ള, സ്വാതന്ത്ര്യബോധത്തോടു കൂടി ജീവിക്കാനുള്ള ഒരു സ്പേസ് കൂടി നമ്മൾ കെട്ടിപ്പടുക്കേണ്ടതുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മളുടെ ഈ ഒരു സെഷനിൽ നിന്ന് നമ്മൾ ഉയർന്നു കേട്ട ഒരു ശബ്ദവും അതാണ്. സ്വാതന്ത്ര്യബോധമുള്ള ഒരു തലമുറ നമുക്കുണ്ട്. അവർക്ക് ജീവിക്കാനുള്ള ഒരു ഇടം കൊടുക്കാനുള്ള ഒരു ഉത്തരവാദിത്വം മുൻ തലമുറയ്ക്ക് കൂടി ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ചില ചോദ്യങ്ങളിലേക്ക് നമുക്ക് പോകാമെന്ന് കരുതുന്നു. വളരെ രസകരമായിരുന്നു നിങ്ങളുടെ സംവാദങ്ങൾ. ഞാനൊരു കത്തോലിക്ക പുരോഹിതനാണ്. പള്ളിയുടെ സിസ്റ്റത്തോടും പാർട്ടിയുടെ സിസ്റ്റത്തോടും എനിക്ക് ഒരു വിശ്വാസമില്ല. കാരണം ഇത് രണ്ടും നേരെയാവില്ല എന്ന് തിരിച്ചറിഞ്ഞു. അത് എന്നെ പഠിപ്പിച്ചത് ജെൻസി പിള്ളേരാണ്. ഞാൻ കുറച്ച് നാൾ അമേരിക്കയിലുണ്ടായിരുന്നു. ഇപ്പോൾ ആൻമാം പറഞ്ഞതുമായിട്ട് ഒന്ന് കണക്ട് ചെയ്ത് പറയാനാണ്. ആൻമാം പറഞ്ഞത് ഇങ്ങനെയാണ്, നൈറ്റ് ലൈഫ് തേടി പോകുന്ന ഒരു അവസ്ഥ, നൈറ്റ് ലൈഫ് അല്ല, സ്വതന്ത്രമായിട്ട് നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാൻ എങ്ങനെയാണ് കേരളത്തിൽ സംഭവിക്കുന്നത്.
ഞാനിവിടെ SH സേക്രഡ് ഹാർട്ട് കോളേജിന് തൊട്ടടുത്തുള്ള കോവേന്തയിലാണ് ആശ്രമത്തിലാണ് താമസിക്കുന്നത്. കൃത്യം 12 മണിക്ക് അവിടെ ഒരുത്തൻ വണ്ടി ഓടിച്ചു പോകും. ആ ഭാഗത്തുള്ള ഒറ്റൊരെണ്ണത്തിന് ഉറങ്ങാൻ പറ്റില്ല. ഇങ്ങനൊരു നൈറ്റ് ലൈഫ് അമേരിക്കയിൽ ഉണ്ടാവുമെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ? കൃത്യം 12 മണിക്ക് ഒരു പയ്യൻ, അത് ഏതാ വണ്ടിയെന്ന് എനിക്കറിയില്ല, ഇറ്റ് ഡിസ്റ്റർബ്സ് ദ പീപ്പിൾ. ഞങ്ങളവിടെ 21 അച്ഛന്മാരുണ്ട്. അച്ഛന്മാർ ടു സേ അതിൽ കുറച്ച് പേര് പ്രായമായവരാ, നേരത്തെ മരുന്ന് കഴിച്ച് കിടങ്ങുന്നവരാ. അതിൻ്റെ അപ്പുറത്ത് അതുപോലെ ഫ്ലാറ്റുകളുണ്ട്. എൻ്റെ ഒരു ധാരണ ശരിയാണെങ്കിൽ കൊച്ചുമക്കൾ, കുഞ്ഞുങ്ങൾ, കൈക്കുഞ്ഞുങ്ങൾ ഉറങ്ങുന്നവരുണ്ടാകും. ഈ പരിപാടി അമേരിക്കയെ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ഈശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്ഥിരീകരിക്കട്ടെ. അതെ, എനിക്ക് തോന്നുന്നു നമ്മളെല്ലാ ഇതിൽ വേറെ തർക്കങ്ങളൊന്നുമില്ലല്ലോ. ഈ ഒരു ശതമാനം ലഹരിക്ക് അഡിക്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അറ്റൻഷൻ സീക്കിംഗ് ആയിട്ടുള്ള ഒരു സെക്ഷൻ എല്ലാ കാലഘട്ടത്തിലും ഉണ്ട്. ഈ 12 മണിക്ക് ഒച്ചയുണ്ടാക്കി ബൈക്ക് ഓടിച്ച് പോകുമ്പോൾ അവന് മാത്രം അവിടെ അറ്റൻഷൻ കിട്ടുക. കാരണം 12 മണിക്ക് ആ നാട് ഉറങ്ങി കഴിഞ്ഞതുകൊണ്ടാണ് അവൻ അവിടെ അറ്റൻഷൻ സീക്കിംഗ് ഡിസോർഡർ ആഘോഷിക്കാനായിട്ടുള്ള ഇടം അവിടെ ഉള്ളത്. ഒരു പക്ഷേ അത് അമേരിക്കയിൽ 12 മണിക്ക് ബൈക്ക് ഓടിച്ച് പോയാലും അവിടെ സൈലൻസ് കീപ്പ് ചെയ്യേണ്ട സ്ഥലങ്ങൾ അല്ലെങ്കിൽ അതൊരു സ്വാഭാവിക പ്രക്രിയയാണ്. അപ്പോൾ അങ്ങനെ ഒരു കാര്യത്തിലേക്ക് അവരെത്താൻ സാധ്യത കുറവാണ്. ഇവിടെ ഈ പറയുന്ന മാനസിക ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചും ഫിറ്റ്നസിനെ കുറിച്ചും വളരെ ബോധവൽക്കരണം അല്ലെങ്കിൽ വളരെ കോൺഷ്യസ് ആയിട്ടാണ് ഒരു 70% ജെൻസി കുട്ടികൾ നിൽക്കുന്നത്. പക്ഷേ ഒരു 30% ഇതുപോലെ ഇഷ്യൂസ് ഉണ്ടാക്കുന്നത്. അതിനെയാണ് നമ്മൾ ഫോക്കസ് ചെയ്ത് മുഴുവൻ ജെൻസിയുടെ പൊട്ടൻഷ്യലുകളെ നമ്മൾ നശിപ്പിക്കാൻ നോക്കുന്നത്. ഏത് കാലഘട്ടത്തിലും നമ്മൾ എന്താ പറയുക, ശുഭിത യൗവനം എന്ന് തന്നെയാലോ പറയാ. ഈ ഇന്നത്തെ ജെൻസികളുടെ കാലഘട്ടത്തിൽ തന്നെയാണ് ഭഗത് സിംഗ് തൂക്കിലേറ്റപ്പെട്ടതെന്ന് നമ്മൾ ആരും മറക്കരുത്. അപ്പോൾ ഇത് എല്ലാ കാലഘട്ടത്തിലും പ്രശ്നമുണ്ട്. പണ്ട് 90കളിൽ 12 മണിക്ക് അപ്പുറത്തെ വീട്ടിൽ നിന്ന് കള്ളു കുടിച്ച അപ്പൻ്റെ തെറിയും ബഹളം കേട്ട് ഒരുപാട് വീടുകൾ ഉറങ്ങാതിരുന്നിട്ടുണ്ട്. അതൊന്നും നമ്മൾക്ക് ഇത്ര വലിയ പ്രശ്നമായിട്ട് നമുക്ക് ചർച്ച ചെയ്യാൻ തോന്നുന്നില്ല. എല്ലാ കാലഘട്ടത്തിലും ഈ നോൺസെൻസുകളും അല്ലെങ്കിൽ ഈ പറയുന്ന അറ്റൻഷൻ സീക്കിംഗ് ഡിസോർഡറുകളും എല്ലാ സമൂഹത്തിൻ്റെ ഭാഗമാണ്. നമുക്ക് ഒന്നിച്ചത് കറക്റ്റ് ചെയ്യാം. അവരെ പോസിറ്റീവായി ഒറ്റപ്പെടുത്തിക്കൊണ്ട് അവരുടെ ഭാവി നശിപ്പിക്കാത്ത രീതിയിൽ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്ക് കറക്റ്റ് ചെയ്യാമെന്നല്ലേ ഇതിനോടൊക്കെ പറയാൻ പറ്റുള്ളൂ. ഹലോ, ഇപ്പം എല്ലാവരും പറയുന്നത് പറഞ്ഞാൽ ജെൻസികൾ കാരണം ഞാനിത് പഠിച്ചു, ജെൻസികൾ കാരണം ഇത് പഠിച്ചു. ഈ ജെൻസികൾ പോലും പഠിക്കണമെങ്കിൽ ഇൻ്റർനെറ്റ്, മൊബൈൽ അല്ലെങ്കിൽ ഈ റീസെൻ്റ്ലി നടക്കുന്ന ഇവിടെ കാര്യങ്ങൾ അപ്പുറത്തേക്കുന്നവർ കാണണം. അതിനുള്ളൊരു സൊല്യൂഷൻ ഇവിടെ വന്നതുകൊണ്ട് മാത്രമാണ് ജെൻസികൾ. അത് മില്ലേനിയലായാലും അല്ലെങ്കിൽ ജെൻ എക്സിലായാലും ഇൻ്റർനെറ്റിൻ്റെ ഒരു സ്വാധീനമില്ലെങ്കിൽ അത് എല്ലാവർക്കും പഠിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ ജെൻസികൾ വന്നപ്പോഴാണ് അവർക്ക് കൂടുതലും കാര്യങ്ങൾ അതിൽ നിന്ന് അറിയാനും പറ്റിയത്. എന്നാൽ ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതെല്ലാം ജെൻ എക്സ്, ജെൻ വൈ ആൾക്കാരാണ്. അതിൽ നിന്നാണ് അവർ പഠിച്ചിട്ട് അവർ ഈ സമൂഹത്തോട് പറയുന്നത് തന്നെ. പിന്നെ എല്ലാത്തിലും 2 കാര്യങ്ങളുണ്ട്. ഇവിടെ ഈ അവരുടെ യൗവനത്തിൽ അവർ ചെയ്യുന്ന കാര്യങ്ങൾ ജെൻ വൈയിൽ അല്ലെങ്കിൽ മിന്നിയിൽ RX സെൻറ്റർ ഓടിച്ച് ശബ്ദം ഉണ്ടാക്കി പോയവരാണ് ഞങ്ങൾ. അതിനു മുമ്പും പല രീതിയിലുകൾ ഡിസ്റ്റർബ് ചെയ്യുന്നവരുമുണ്ട്. ഒരേ കാലഘട്ടത്തിൽ തന്നെ 2 രീതിയും ചെയ്യുന്നവരുണ്ട്. അപ്പോൾ നമുക്ക് ജെൻസിയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ജെൻസികളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത് പറയാൻ പറ്റത്തില്ല. ഇതിനെ തന്നെ നേരെ ഓപ്പോസിറ്റ് പ്രശ്നം പറയുകയാണെങ്കിൽ ജെൻസികൾ മഹാരാജ് കോളേജിൽ പഠിക്കുന്നുണ്ട്. അവിടെ ട്രാൻസ്ജെൻഡേഴ്സ് പഠിക്കുന്നുണ്ട്. അവിടെ മഹാരാജ് കോളേജിൽ ഒരു ട്രാൻസ്ജെൻഡർ പഠിക്കുമ്പോൾ അവിടെ കമൻറ്റിൽ ഹരഹര മഹാരാജ് എന്ന് പറഞ്ഞ് കളിയാക്കി വരുന്നവരും ജെൻസികളാണ്. അതിനെ സപ്പോർട്ട് ചെയ്ത് അവരിവിടെ പഠിക്കണം എന്ന് പറയുന്നവരും ഈ ജെൻസികളാണ്. അപ്പോൾ എല്ലാ കാലത്തും 2 തരം ആൾക്കാരുണ്ടെന്നാണ് പറയാൻ പറ്റുന്നത്. ഇതിന് മുമ്പ് ഇൻ്റർനെറ്റിൻ്റെ ആ ഒരു ആശയവിനിമയങ്ങൾ ഇതിന് മുമ്പുള്ള കാലഘട്ടങ്ങളിൽ മിന്നേലിലും ഉണ്ടെങ്കിൽ അവരെ ആയിരിക്കും നമ്മൾ നിർത്തുന്നത്. ഇനി അടുത്തുള്ള കാലഘട്ടം വരുമ്പോൾ ഈ ജെൻസി പിള്ളേർ അവരെ കുറ്റിയും പറയും, ആൽഫ ബീറ്റ, അതെങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ഇത്രേ ഉള്ളൂ. തലക്കെട്ട് പോലെ തന്നെ വളരെ തീപിടിപ്പിക്കുന്ന ഒരു സെഷനായിരുന്നു. അതിന് പ്രത്യേകം എല്ലാവർക്കും അഭിനന്ദനം അറിയിക്കുന്നു. ഒറ്റ ചോദ്യമാണ് രാജേഷ് സഞ്ജീവിനോടാണ്. പൊതുവിൽ രാഷ്ട്രീയത്തെക്കുറിച്ച് ഇവിടെ ഒരു ചർച്ച വന്നതുകൊണ്ട് മാത്രം പറയുന്നതാണ്. വരും തലമുറയ്ക്കായാലും നിലവിൽ ഇവിടെ ജീവിക്കുന്ന തലമുറയ്ക്കായാലും രാഷ്ട്രീയത്തിലെ നൈതികതയും മൂല്യങ്ങളും നഷ്ടപ്പെടുന്നത് ഈ പറയുന്ന ജെൻസിയെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
തിരികെ ആൻ ചോദിച്ചത് വളരെ പ്രസക്തമായൊരു ചോദ്യമായിട്ടും എനിക്ക് തോന്നി. എന്തിനാണ് ഇത്തരം അലക്കലുകൾക്ക് പകരം മാതൃകകൾ സൃഷ്ടിക്കേണ്ട ഇടതുപക്ഷം പോലും ഈ പറയുന്ന ഇത്തരം പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിന് മുതിരാത്തത് എന്തുകൊണ്ടാണെന്നൊരു ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കാരണം നമ്മളെപ്പോഴും പറയും ഹൃദയം ഇടതുപക്ഷത്താണെന്നാണ് നിങ്ങളുടെ പ്രചരണത്തിൽ ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷേ നിലപാടുകളിൽ ആ ഒരു ഇടത് സ്വഭാവം നഷ്ടപ്പെടുന്നത് പൊതുതലമുറയ്ക്ക് ഒരു പ്രശ്നമായി മാറുന്നില്ലേ? ആ രാഷ്ട്രീയത്തിൻ്റെ നൈതികതയും മൂല്യ തകർച്ചയ്ക്കും എന്തുകൊണ്ടാണ് നിങ്ങൾ തന്നെ ഇങ്ങനെ പരസ്യമായെങ്കിലുമുള്ള പ്രതികരണങ്ങൾക്ക് നിൽക്കുന്നത് എന്നൊരു ചോദ്യമാണ് വെക്കാനുള്ളത്. ഒന്ന്, ഇടതുപക്ഷ കാഴ്ചപ്പാടിനെ കുറിച്ചാണ് നിങ്ങൾ എന്നോട് ചോദിച്ചത്. ഇപ്പോൾ ആൻ പറഞ്ഞതിന് ഞാൻ അപ്പോൾ തന്നെ എടുത്ത് ക്രോസ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും അതിൽ തന്നെയുണ്ട്. ഈ ബന്ധപ്പെട്ട ഓരോ പേരുകൾ സംബന്ധിച്ചും എടുത്തു പരിശോധിച്ചാൽ അവർ എന്താണ് ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി സ്ക്രൂട്ടിനി ചെയ്യപ്പെട്ട് ഈ പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്തു പോകേണ്ടിയും മറ്റു കാര്യങ്ങളൊക്കെ വന്നതിനെക്കുറിച്ച് ഇവിടെ എല്ലാവർക്കും അറിയാം. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. അതിനെ സംബന്ധിച്ചൊക്കെ എല്ലാവർക്കും ധാരണയുണ്ട്. പക്ഷേ സമീകരിക്കാൻ ഉപയോഗിച്ച ഉദാഹരണങ്ങളൊക്കെ ദുർബലമായിരുന്നു. അതോടൊപ്പം മതനിരപേക്ഷ കാഴ്ചപ്പാടിനെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാടിനെ വിവരിച്ചതും വളരെ വ്യത്യസ്തമായിരുന്നു. ഇടതുപക്ഷം, നിങ്ങളോട് ഞാൻ 100% ഉറപ്പിച്ച് പറയാം, ഇടതുപക്ഷ ധാരയിൽപ്പെട്ട ഓരോ MLA ആയിരുന്നു ഈ തരത്തിലുള്ള ആരോപണത്തിന് വിധേയപ്പെട്ടിരുന്നു എങ്കിൽ അയാൾ ഇന്ന് കേരളത്തിൻ്റെ മുഖ്യധാര രാഷ്ട്രീയത്തിൽ ഉണ്ടാകില്ല എന്ന ഉറപ്പാണ് ഞങ്ങൾക്ക് നിങ്ങൾക്ക് തരാനുള്ളത്. അത് ഇടതുപക്ഷത്തിൻ്റെ ആത്മവിശ്വാസവും അതിൻ്റെ ഇപ്പോഴത്തെ നൈതികതയാണ്. ഇപ്പോൾ ഞങ്ങളോടൊക്കെ പറയുമായിരുന്നു, ഇപ്പോഴും കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങളും പറയുന്ന ഒരു കാര്യമുണ്ട്, ഇന്ന് ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെടുന്ന രാഷ്ട്രീയ നേതാവാണ് ഇടതുപക്ഷത്തിൻ്റെ പൊതുവിലും നേതാവാണ് പിണറായി വിജയൻ. അതിനു മുമ്പ് EMSഉം അതിനു മുമ്പ് നായനാരും അതിനു മുമ്പ് AKGയും ഒക്കെ അവർ ജീവിച്ചിരുന്ന കാലത്ത് ആക്രമിക്കപ്പെട്ടിരുന്നു. യഥാർത്ഥത്തിൽ എന്താണ് വിഷയം? ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന വിഷയങ്ങളെ ബാലൻസ് ചെയ്യാൻ പല രൂപത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ഇവിടുത്തെ വലതുപക്ഷം എല്ലാ വിധത്തിലുള്ള ഉപാധികളും ഉപയോഗിക്കാറുണ്ട്. ഈ ഘട്ടത്തിൽ സംഘപരിവാറിനെതിരെ ഇടതുപക്ഷം എടുത്തിട്ടുള്ള ഓരോ നിലപാടുകളും നിങ്ങൾക്കെടുത്ത് പരിശോധിക്കാം. പൊതുസമക്ഷത്തിൻ്റെ മുന്നിൽ ഞങ്ങൾ വെക്കുകയാണ്. ആ സമക്ഷത്തിൻ്റെ മുന്നിൽ വെച്ചുകൊണ്ട് ഈ കേരളത്തിലെ ജനങ്ങൾ അംഗീകരിച്ച് മാൻഡേറ്റ് നൽകുന്ന രണ്ടാമതും കേരളത്തിൽ ഇടതുപക്ഷ സർക്കാർ വന്നുകൊണ്ടിരിക്കുന്ന, പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന, ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഇവിടെ നേരത്തെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളിൽ മറ്റഭിപ്രായങ്ങളുണ്ട്. റിവേഴ്സ് മൈഗ്രേഷൻ സാധ്യമാക്കാൻ കേരളത്തിലെ ഇടതുപക്ഷം ബദൽ ഉയർത്തിയിട്ടുണ്ട്. അതോടൊപ്പം നൈതികത ഉയർത്തിപ്പിടിച്ച് എല്ലാ കാര്യങ്ങളിലും വിഷയത്തിൻ്റെ അധിഷ്ഠിതപ്പെടുത്തി തന്നെ ഒരു ലാഞ്ചനയുമില്ലാതെ രാഷ്ട്രീയ നിലപാട് ഉയർത്തിപ്പിടിക്കാൻ ഈ കാലഘട്ടത്തിലുടനീളം ഇടതുപക്ഷം മുന്നോട്ട് വന്നിട്ടുണ്ട്. ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട, ഇന്ത്യയിലെ ഇടതുപക്ഷം ഒരു കാലഘട്ടത്തിലും പ്രത്യയശാസ്ത്രപരമായി ജനങ്ങൾക്ക് മുന്നിൽ വച്ചിട്ടുള്ള ഒരു നിലപാടും വെള്ളം ചേർത്ത് മുന്നോട്ട് പോകാൻ തയ്യാറായിട്ടില്ല. ഇന്ത്യൻ മതനിരപേക്ഷതയിൽ എന്തുകൊണ്ട് അയോധ്യയിലെ അമ്പലത്തിൻ്റെ ഉദ്ഘാടനത്തിന് RSSൻ്റെ സർസംഘചാലക് ഇന്നലെ പതാക ഉയർത്തിയ ആ അമ്പലത്തിൻ്റെ ഉദ്ഘാടനത്തിന് ക്ഷണിച്ചിട്ടില്ല എന്ന പരാതി ഇന്ത്യയിലെ ഒരു ഇടതുപക്ഷക്കാരനും മുന്നോട്ട് വെച്ചിട്ടില്ല. പോസിറ്റീവായി തന്നെ ഞങ്ങൾ പറയുന്നു, ഇന്ത്യൻ മതനിരപേക്ഷത നിലനിർത്താനുള്ള ഏറ്റവും സുദർഹ്യമായിട്ടുള്ള നിലപാടും ഏറ്റവും കൂടുതൽ സ്ക്രൂട്ടിനി ചെയ്യപ്പെടുന്നത് ഈ കേരളത്തിലെ ഇടതുപക്ഷ. നിങ്ങൾ ഇത്രയും മനസ്സിലാക്കണം, ഏറ്റവും കൂടുതൽ സ്ക്രൂട്ടിനി ചെയ്യപ്പെടുന്നത്. ആ സ്ക്രൂട്ടിനിയൊക്കെ കഴിഞ്ഞും ഞങ്ങളിവിടെ നിലനിൽക്കുന്നു. ഒരു ബുദ്ധിമുട്ടുമില്ല. ഞങ്ങളിൽ ഏതൊരു നേതാവിനെയും നിങ്ങൾക്ക് പരിശോധിക്കാം. ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഈ ജനങ്ങളെ നയിക്കാനുള്ള ഏത് ത്യാഗവും സഹിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന നിലയിൽ തന്നെ ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് ഈ വലതുപക്ഷ ആഖ്യാനങ്ങൾക്കപ്പുറത്തേക്ക് നിലപാടുകളെ കൃത്യമായി എടുത്ത് പരിശോധിച്ചാൽ അത് നിങ്ങൾക്ക് വ്യക്തമാകും എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. ഏറ്റവും ബ്രീഫായിട്ട് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. കാരണം ഈ പറയുന്ന പോരാട്ടങ്ങൾക്ക് ഇടതുപക്ഷം സഞ്ജീവൻ പറഞ്ഞ പോലെ തന്നെ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് വരുമെന്നുള്ള കാര്യങ്ങളും ഒക്കെ പറയുമ്പോൾ നമുക്ക് സന്തോഷമുള്ളൂ. കാരണം ഫാസിസ്റ്റ് ഗവൺമെൻറ് പൗരത്വ നിയമം നടപ്പിലാക്കിയതിന് ശേഷം, വഖഫ് നിയമം നടപ്പിലാക്കിയതിന് ശേഷം, പാർലമെൻറ്റിനകത്ത് ജയ് ശ്രീറാം വിളിക്കുന്ന കൂട്ടർക്ക് മുൻപിൽ ജയ് ഭീം എന്ന് ഭരണഘടന കയ്യിലെടുത്ത് വിളിക്കുന്ന മല്ലികാർജുന ഖാർഗെയുടെ പാർട്ടിക്ക് ശക്തി പകരുന്ന ഇടതുപക്ഷവും കൂടുതൽ ശക്തിയോടെ മുന്നിട്ട് വന്ന് ജനാധിപത്യത്തെ കൂടുതൽ നിറമുള്ളതായിട്ട് നിലനിർത്തട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഈ തീപിടിപ്പിക്കുന്ന ചർച്ചകൾ തുടരണം. അതോടൊപ്പം തന്നെ നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ നിറങ്ങൾ അത് മഴവിൽ നിറങ്ങളിലേക്ക് മാറണം. അങ്ങനെ നിറങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു തലമുറയാണ് നമുക്കുള്ളത്. അപ്പോൾ അവർക്ക് പരസ്പരം വെറുപ്പിൻ്റെ രാഷ്ട്രീയത്തോട് താല്പര്യമില്ല. പക്ഷേ ഓർക്കേണ്ടത് ഒന്നുണ്ട്, നമ്മുടെ എല്ലാ സംവിധാനങ്ങളിലും
നുഴഞ്ഞു കയറുന്ന ഒരു രാഷ്ട്രീയം സജീവമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നിറങ്ങളെക്കുറിച്ചും വൈവിധ്യങ്ങളെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും ചേർത്തുപിടിക്കലുകളെക്കുറിച്ചും സംസാരിക്കേണ്ട ഒരു സമയമാണ്. ഈ സംഭാഷണം തുടരട്ടെ. താങ്ക് യു.